നമുക്ക് ഒരുമിച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്ന കർത്താവേ, അപ്പന്റെ തിരുപാദപീഠത്തിൽ കർത്താവേ ഈ ദിവസത്തിന്റെ തുടക്കം കർത്താവേ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു ഞങ്ങളെ സഹായിച്ച കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളായി നടന്നു വരുന്ന ഈ ഫാസ്റ്റിംഗ് പ്രയറിനെ യേശുവെ അങ്ങയുടെ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ സമയം തിരഞ്ഞെടുത്ത് കർത്താവെ നീ ഞങ്ങളുടെ മുമ്പിൽ കർത്താവെ വെളിപ്പെടുന്ന ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, ഓരോ മക്കളുടെ മേലും വലിയൊരു നിറവായി പരിശുദ്ധാത്മാവ് ഇറങ്ങേണ്ടതിനായി കർത്താവെ അവിടുത്തെ അഭിഷേകം ഞങ്ങളിൽ വർദ്ധിക്കേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. റാംശൈലി പ്രഭാ ജഗനഘട മനാധിരികൾ ലൗഷസ്മിയ വിരാജനാഥ് കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടുന്നത് ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങളുടെ മുമ്പിൽ തുറക്കുമാറാകണം കർത്താവെ. തിരുവചനം തുറക്കുമ്പോൾ കർത്താവെ ഞങ്ങളല്ല, ഞങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന കർത്താവെ വാക്കുകളല്ല, ദൈവ ശബ്ദം കേൾക്കുവാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇടയാക്കണം. ഞങ്ങൾ എന്താഗ്രഹിക്കുന്നോ അവിടെ നിന്ന് കർത്താവെ അത് ഞങ്ങളുടെ മുമ്പിൽ തുറന്നു തരേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ കർത്താവെ ഉള്ളിലെ വേദനകളെ, ആമേൻ കർത്താവെ നിരാശകളെ, ഞങ്ങളുടെ അകത്ത് കെട്ടിക്കിടക്കുന്ന എല്ലാ വിഷയങ്ങളെയും നന്നായി അറിയുന്ന യേശുവിന്റെ മഹത്വം അതിശക്തിയോടെ ഞങ്ങളുടെ മുമ്പിൽ ഇറങ്ങേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളിലൂടെ ഞങ്ങളെ നടത്തിയാട്ട് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ കർത്താവെ അവിടുത്തെ സാന്നിധ്യത്തെ സ്നേഹിച്ച്, അവിടുത്തെ കൃപയെ സ്നേഹിച്ച് കർത്താവെ കടന്നു വന്ന ഓരോ മക്കളുടെ മേലും അവിടുത്തെ വലിയ നിറവ് ഞങ്ങളുടെ മേൽ അയക്കേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കി തീർക്കണം യേശുവിന്റെ കൃപ ചോദിക്കുന്നു. അപ്പാ അമേൻ, അമേൻ, അമേൻ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ആയിരിക്കുന്നവരൊക്കെ അമേൻ ദൈവത്തെ ഒന്ന് സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടായി ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ദൈവ സാന്നിധ്യത്തിൽ അമേൻ സ്തുതിയോടും ആരാധനയോടും ആയിരിക്കട്ടെ. അമേൻ. അല്പസമയം അമേൻ ഹല്ലേലൂയ അമേൻ നിങ്ങളുടെ മുമ്പിൽ ശുശ്രൂഷിക്കുവാൻ ലഭിച്ച ഭാഗ്യത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. അമേൻ ഹല്ലേലൂയ. നമ്മൾ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷിപ്പ് കർത്താവ് നമുക്ക് തന്നു. അമേൻ ഹല്ലേലൂയ. എനിക്ക് അറിയാവുന്ന പരിചയമുള്ള ഒരു മുഖം ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ബഹറിലുള്ള സാജൻ ചാനെ കാണുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ദീർഘനാളുകൾക്ക് ശേഷമാണ് അച്ഛനെ കാണുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മിനിസ്ട്രി നടത്തുന്ന അമേൻ ദൈവദാസിയെയും കുടുംബത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അമേൻ. കടന്നു വന്ന ഓരോ ദൈവമക്കൾക്കും എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിലും കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേൽ അധികാരത്തോടെ ശക്തിയോടെ അമേൻ അമേൻ നമ്മുടെ നടുവിൽ ഇറങ്ങി നിൽക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ സാന്നിധ്യത്തോട് ഒരു കൊതി ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. എത്ര പേർ അമേൻ ഹല്ലേലൂയ അമേൻ സാന്നിധ്യത്തോട് കൊതിയുള്ളവർ ഇതിനകത്തുണ്ട്? ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഹല്ലേലൂയ. നിങ്ങളുടെ ഞാൻ ഈ പറയും, ഈ കോഴിക്കുഞ്ഞിന്റെ മുട്ട വിരിയാൻ വേണ്ടി 37.5 ഡിഗ്രി സെൽഷ്യസിൽ അമേൻ ആ ചൂട് കണ്ടിന്യൂസ്ലി അതിന്റെ എല്ലാ ഭാഗങ്ങളിലും തട്ടത്തക്കവണ്ണം ഒരു കോഴി അതിനെ ക്രമീകരിച്ച് അമേൻ അതിനെ ഏകദേശം എങ്ങാണ്ട് 21 ദിവസത്തോളം അതിനെ പ്രൊട്ടക്ട് ചെയ്ത് അതിന്റെ മുകളിൽ ഇരുന്ന് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് ഈ ചൂട് അമേൻ ഒട്ടും കുറയാതെ വണ്ണം ആ മുട്ടയ്ക്കകത്ത് കൊടുക്കുമ്പോഴാണ് ആ മുട്ടയ്ക്കകത്ത് ഒരു രൂപാന്തരം വരുന്നത്. അല്ലെ? ആ മുട്ടയ്ക്കകത്തൊരു രൂപാന്തരം വരുന്നത്. 21 ദിവസം കഴിയുമ്പോൾ അമേൻ കോഴി ദിവസം എണ്ണിയല്ലേ ഇരിക്കുന്നത്. പക്ഷെ ചൂട് കൊടുക്കുന്നതിനകത്തൊരു കുറവും കോഴി വരുത്താറില്ല. ദിവസം എണ്ണുന്നത് മുട്ട വെച്ച ആളായിരിക്കാം, അല്ലെ മുട്ട അതിന്റെ മുതലാളിയായിരിക്കാം. പക്ഷെ കോഴിക്ക് ഒരു കാര്യം മാത്രമേ അറിയത്തുള്ളൂ, ചൂട് കൊടുക്കണം, ചൂട് കൊടുക്കണം. ഹല്ലേലൂയ. ചൂട് കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് അനക്കം വെക്കും. അമേൻ അമേൻ. അത് ഭക്ഷണം പോലും കഴിക്കാതായിരിക്കാം ഈ ചൂട് കൊടുക്കുന്നത്. ഇതിനകത്ത് അനക്കം വെക്കും. അതിനകത്തൊരു ജീവൻ ഉണ്ടെന്നുള്ളത് അമേൻ ഹല്ലേലൂയ ആരും പഠിപ്പിക്കാതെ ഒരു കോഴിക്ക് അറിയാമെങ്കിൽ ഹല്ലേലൂയ അമേൻ ഇന്ന് പകൽ വാഗ്ദത്തത്തെ സംരക്ഷിക്കുന്ന അമേൻ പ്രാർത്ഥനകൾ ഇതുപോലെയാണ്. ഹല്ലേലൂയ അമേൻ. നമ്മൾ പലപ്പോഴും അമേൻ ചിലര് കളിയാക്കി ചോദിക്കാനുണ്ട്, പെന്തക്കോസ്തുകാരെ നിങ്ങൾ എന്തിനാ അമേൻ 21 ദിവസം ഇരിക്കുന്നത്, 7 ദിവസം ഇരിക്കുന്നത്? അമേൻ ഹല്ലേലൂയ. വാഗ്ദത്തത്തെ പരിപാലിക്കാൻ. ഒന്ന് പറഞ്ഞേ, വാഗ്ദത്തത്തെ പരിപാലിക്കാൻ. ചൂട് കൊടുക്കുക, ചൂട് കൊടുക്കുക. ഹല്ലേലൂയ. പ്രശ്നത്തിന്റെ നടുവില്, പ്രതികൂലത്തിന്റെ നടുവില് ഇന്ന് അമേൻ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കടന്നു വന്ന അമേൻ നിങ്ങളുടെ അകത്ത് നിരാശ കയറിയിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ, എന്റെ വാഗ്ദത്തത്തിന് ഞാൻ ചൂട് കൊടുക്കുക, ചൂട് കൊടുക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നിരാശക്കല്ല ഞാൻ ചൂട് കൊടുക്കുന്നത്, നെഗറ്റീവിനല്ല ചൂട് കൊടുക്കുന്നത്. അമേൻ ഹല്ലേലൂയ. അടുത്ത നിമിഷങ്ങളിൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് അമേൻ നോട്ടീസ് പിടിച്ച് നടക്കുന്ന പിശാചിന്റെ വാക്കിനല്ല ഞാൻ ചൂട് കൊടുക്കുന്നത്. അഭിഷേകമുള്ള ദൈവമക്കൾ പറഞ്ഞാട്ടെ, എന്റെ വാഗ്ദത്തത്തിന് ഞാൻ ചൂട് കൊടുക്കുക. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ ലൈവാ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി ക്ഷീണമുള്ളത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ചിരുന്നെന്ന് ഒരു പ്രത്യേക വചനമൊന്നും പറയാൻ എനിക്ക് ഇല്ല. പക്ഷേ എനിക്കറിയാം ഇന്ന് ഈ പ്രഭാതത്തിൽ ലൈവ് കർത്താവ് ഇതിനകത്ത് ഇടപെടാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. സ്തോത്രത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ. ചിലരുടെ മങ്ങിക്കിടക്കുന്ന മേഖലകളെ കർത്താവ് ഇന്ന് ഹല്ലേലൂയ കർത്താവ് ഉണർത്താൻ പോകുക. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ഹല്ലേലൂയ ശക്തി ലഭിച്ചിട്ട് ഹല്ലേലൂയ നിങ്ങൾക്കൊരു യാത്രയുണ്ട്. ഹല്ലേലൂയ. പറയുന്ന പ്രവചനം ഇങ്ങനെയാണ്: പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ഹല്ലേലൂയ യെരൂശലേമിലും ഹല്ലേലൂയ ഭൂമിയുടെ അറ്റത്തോളം നിങ്ങളെ കൊണ്ടുപോകണമെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു പവർ സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ മേൽ വ്യാപരിക്കണം. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തെ ഏറ്റവും വലിയ കാര്യം ഹല്ലേലൂയ ദൈവ സാന്നിധ്യത്തെ തുടർന്ന് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുക, ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കുക. ഒന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഒന്ന്, ഉറക്കമില്ലാത്തവരൊക്കെ ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. ഞങ്ങൾ ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കാനാ ഈ പ്രഭാതത്തിന് എഴുന്നേറ്റിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിന് പ്രവർത്തിക്കാൻ ഒരു ക്ലൈമറ്റ് ഉണ്ടാക്കുക. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാരോട് ചോദിച്ചാൽ അവർക്കറിയാം ക്ലൈമറ്റ് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ഹല്ലേലൂയ. ഈ കപ്പയും ചേനയും കാച്ചിലും വാഴയൊക്കെ നടുന്നവരെ കർഷകരെന്ന് വിളിക്കാൻ കാരണം എന്താ അറിയോ? ഇവര് നട്ടത് കൊണ്ട് ഉണ്ടായതല്ല, ഇവർക്ക് ആ ക്ലൈമറ്റ് ഉണ്ടാക്കി അതിനെ ഫലത്തിലോട്ട് കൊണ്ടുവരാൻ അവർക്കറിയാം. എങ്ങനെ നടണമെന്നറിയാം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഇതിനകത്ത് ചിലരുടെ വാഗ്ദത്തങ്ങളെ ചൊല്ലി അവർ വേദനപ്പെട്ടിരിക്കുക. ഒത്തിരി വാഗ്ദത്തം കേട്ടു, ഒത്തിരി പ്രവചന ശബ്ദം കേട്ടു. പക്ഷെ ഞാൻ പറയട്ടെ, നിങ്ങളുടെ വാഗ്ദത്തത്തിന് വിരിയാൻ പറ്റിയ ഒരു ക്ലൈമറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ലയോ? നിങ്ങൾ വളരെ പരാജയത്തിലാണ്. ഹല്ലേലൂയ. ഈ ക്ലൈമറ്റ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ അതിനെ പൊടി തട്ടി അതിനൊരു ക്ലൈമറ്റ് ഉണ്ടാക്കി കൊടുത്തോ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ അധികാരത്തോടെ ഈ വാഗ്ദത്തങ്ങളെ ചലിപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒട്ടും നിരാശപ്പെട്ടു പോകണ്ട. ഹല്ലേലൂയ. ഞാൻ ഒരിക്കല് എനിക്കറിയാവുന്ന ഒരു ദൈവദാസനുണ്ട്. ആ ദൈവദാസനോട് എപ്പോഴും ദൂതുകൾ വരുന്നത് ഇങ്ങനെയാണ്: ഞാൻ നിന്നെ കപ്പല് മുതലാളിയാക്കും. പുള്ളിയെ സത്യം പറഞ്ഞ ജോലിയും പോയി വീട്ടിൽ വന്നിരിക്കുക. ആ സമയത്താ ഈ ദൂത് കേട്ടെ. ഈ ദൂത് പറഞ്ഞിട്ട് ഈ പുള്ളി ഭയങ്കര ചിരിക്കും. അവസാനം പ്രവാചകരെ എല്ലാം കളിയാക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ പുള്ളിക്ക് ഒരു 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 കപ്പല് പോയിട്ട് ഒരു സൈക്കിള് വാങ്ങിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുമ്പോ പുള്ളി ചിരിക്കും. എടാ, ഈ പ്രവചനത്തെയൊക്കെ എന്നോട് പറഞ്ഞ് ഞാൻ ഗൾഫിലായിരുന്നപ്പോഴും ഒക്കെ എന്നോട് തലയിലോട്ട് കൈവച്ചിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ കപ്പല് മുതലാളിയാക്കും. എന്നിട്ട് പുള്ളി അങ്ങ് ചിരിക്കും. അവസാനം സംഭവിച്ചത്, തനിക്കൊരു കല്യാണാലോചന വന്നു. ആ വന്ന കല്യാണാലോചനയും മുടങ്ങിപ്പോയ നിരാശയിൽ ഇരിക്കുന്ന സമയത്ത് തനിക്ക് മറ്റൊരു രാജ്യത്തു നിന്നൊരു കല്യാണാലോചന വന്നു. താനൊന്നും നോക്കിയില്ല, അതിനങ്ങ് കൈ കൊടുത്തു. കൈ കൊടുത്തു കഴിഞ്ഞപ്പം ഈ കല്യാണം ഉറച്ച് കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം പെണ്ണിന്റെ അപ്പം വിളിച്ചപ്പോഴാ പുള്ളി ഒരു കാര്യം അറിയുന്നത്: പെണ്ണിന്റെ അപ്പന് കപ്പലാ ഉള്ളത്. സ്വന്തമായിട്ട് 2-3 കപ്പലുള്ള മനുഷ്യനാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്തം ഏത് രീതി വന്നാലും ഇന്ന് അവര് നിങ്ങൾക്കൊക്കെ അറിയാതിരിക്കാം. ഫിൻലൻഡുകാരി ഒരു മദാമയെ കല്യാണം കഴിച്ചു. അവര് പാട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട് അവർ ആ സമയത്ത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കർത്താവിനൊരു കാര്യം ചെയ്യണമെങ്കിൽ അസാധ്യമായിട്ടൊന്നുമില്ല. ഹല്ലേലൂയ. കളിയാക്കുന്നവര് കളിയാക്കട്ടെ. ഹല്ലേലൂയ. നീ ക്ലൈമറ്റ് ഒരുക്കി കൊടുത്താൽ മതി. നിന്റെ വാഗ്ദത്തം വിരിയാനുള്ള ക്ലൈമറ്റ് നീ ഒരുക്കി കൊടുക്കണം. ഹല്ലേലൂയ. അബ്രഹാം എന്താ ചെയ്തത്? ഹല്ലേലൂയ. ഇസ്ഹാക്ക് എന്താ ചെയ്തത്? യാക്കോബ് എന്താ ചെയ്തത്? വചനം പഠിക്കുമ്പോൾ അവരെന്താ ചെയ്തത്? അവര് ദൈവ സാന്നിധ്യത്തെ നിലനിർത്തുന്ന ഒരു ക്ലൈമറ്റ്. ഹല്ലേലൂയ. ഞാൻ വാക്യങ്ങളൊക്കെ എടുത്ത് വായിച്ച് അങ്ങനെ ചിന്തിക്കാൻ നിങ്ങൾക്കെല്ലാം വാക്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് ക്ഷമിക്കണം. ഇന്ന് പ്രഭാതത്തിൽ വളരെ സ്പീഡിൽ ചില കാര്യങ്ങൾ വേഗത്തിൽ ഒന്ന് കത്തിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവരെന്ത് ചെയ്തു? ഒരു പ്ലേസ് അതിനായിട്ട് തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അത് മോറിയാമലയായിരിക്കാം, ഹല്ലേലൂയ, അത് ബഥേലായിരിക്കാം. ഒരു പ്ലേസ് അവർ ആ ക്ലൈമറ്റ് ഉണ്ടാക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ഹല്ലേലൂയ, നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ദൈവ സാന്നിധ്യത്തെ നിലനിർത്തുന്ന ഒരു പ്ലേസ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് യാഗങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്താ യാഗം? എന്താ ഓൾട്ടർ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ഓൾട്ടറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവ സാന്നിധ്യത്തെ നിലനിർത്തുന്ന ഇടം. ഹല്ലേലൂയ. സാന്നിധ്യത്തെ നിലനിർത്തുക. ഈ സാന്നിധ്യത്തെ നിലനിർത്തിയാൽ വാഗ്ദത്തം പുറത്തു വരും.
രണ്ട്, വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിനുള്ള ഒരു പവർ പുറത്തു വരും. ഒന്ന് പറഞ്ഞാട്ടെ, സ്തോത്രം പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. നിങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനയുടെ നടുവിൽ പവർ പുറത്തു വിടുന്ന പ്രാർത്ഥനയാ. ഹല്ലേലൂയ. ഈ പവറിനകത്താണ് നിങ്ങളുടെ വാഗ്ദത്തം വിരിയാൻ പോകുന്നത്. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ എത്ര ദിവസമെന്നുള്ളതല്ല, അല്ലെ, വാഗ്ദത്തത്തിന്റെ പവർ പുറത്തു വരാൻ ഒരുമിച്ച് കൂടിയ ജനത്തോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ യാഗപീഠത്തിനകത്ത് ഹല്ലേലൂയ, നിങ്ങളുടെ ഓൾട്ടറിനകത്ത് ദൈവ പദ്ധതി തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. എനിക്ക് ഈ വചനത്തെ കുറിച്ച് ഒന്നും അറിയാത്ത സമയത്ത് ഞാനിപ്പോ അത് ഓർക്കുകയായിരുന്നു. എല്ലാം ലൈവാ കേട്ടോ. ഞാനിങ്ങനെ ഓർക്കുകയായിരുന്നു, ഈ ഓൾട്ടറിനെ കുറിച്ച് ഞാനിങ്ങനെ ഒത്തിരി പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, യാഗപീഠത്തെ കുറിച്ച് ഒത്തിരി പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാനൊരിക്കലും ഒരു കല്യാണം പെണ്ണ് കാണാൻ പോയപ്പോ അന്നത്തെ നമ്മുടെ അറിവനുസരിച്ച് ഞാൻ പറഞ്ഞു, പെണ്ണ് എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, ഞാനും ആ പെൺകുട്ടിയോട് എന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവസാനം ഞാൻ പറഞ്ഞു, ഈ വിഷയം നമ്മൾ യാഗപീഠത്തിൽ വെച്ചിരിക്കുക, ദൈവത്തിന്റെ കൃപയുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ഹിതമുണ്ടെങ്കിൽ ഇത് കല്യാണം നടക്കും. ഞാൻ വളരെ പ്രതീക്ഷയോടെ തിരിച്ചു വന്നു. 2 ദിവസമായിട്ട് അവിടുന്ന് അനക്കമില്ലാത്തതുകൊണ്ട് എന്റെ മാതാപിതാക്കൾ അവരെ വിളിച്ചു വെച്ചപ്പോ ആ പെങ്കൊച്ച്, എന്റെ സിസ്റ്ററാണ് വിളിച്ചത്, സിസ്റ്ററിനോട് പറഞ്ഞൊരു വാക്ക് ഇങ്ങനെയാണ്, ഞങ്ങളും അത് യാഗപീഠത്തെ വെച്ചേക്ക്, ഒരു കാര്യവും നടന്നിട്ടില്ലെന്ന്. ഹല്ലേലൂയ. വളരെ കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ ഇന്ന് ഞാനത് ഓർക്കുന്നു. ഹല്ലേലൂയ. യാഗപീഠത്തെ ഞാനത് കളിയാക്കി പറഞ്ഞെങ്കിൽ, യാഗപീഠത്തെ വെച്ചത് കാര്യമാണെങ്കിൽ ദൈവഹിതമുള്ളതേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവഹിതമുള്ളതേ നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. കർത്താവിന്റെ ഹിതമുള്ളത് വന്നാൽ ഏറ്റവും പെർഫെക്ഷൻ ഉള്ളതായിരിക്കും. ഒന്ന് പറഞ്ഞാട്ടെ, ചെറുതല്ല, മടങ്ങിയതല്ല, ഒടിഞ്ഞതല്ല, ചതഞ്ഞതല്ല, ഏറ്റവും പെർഫെക്റ്റ് ഉള്ളത് നിന്റെ മുമ്പിൽ വെളിപ്പെടാൻ പോകുകയാ. ഹല്ലേലൂയ. എബ്രഹാമേ, ഇസഹാക്കേ, യാക്കോബേ, നിങ്ങളുടെ ലൈഫിനകത്ത് പെർഫെക്ഷൻ കൊണ്ടുവന്നത് ഒരു യാഗത്തിന്റെ മുമ്പിലാണെങ്കിൽ, നിന്റെ മുമ്പിൽ ഈ പ്രഭാതത്തിൽ നമ്മുടെ മുമ്പിൽ ഒരു സാക്ഷാൽ യാഗമായ യേശുവിന്റെ രക്തം, ഹല്ലേലൂയ, ഇന്ന് ഇതിനകത്ത് ജോയിൻ ആയിരിക്കുന്ന ഓരോ മക്കളുടെ വാഗ്ദത്തത്തിനും ചൂട് കൊടുക്കുന്ന അഭിഷേകമുള്ള ഒരു രക്തം, ഹല്ലേലൂയ, ഹാബേലിക രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തമായ യേശുവിന്റെ രക്തം ചിലരുടെ വാഗ്ദത്തത്തിന് ഇന്ന് പകൽ ചൂട് പകരുക. റിബലകടക ശംഭാരിയന്തരാവന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓൾട്ടറിനകത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഓൾട്ടർ എന്ന് യാഗപീഠത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, മൃഗത്തെ അറുത്ത്, ചൂടോടെ യാഗമൃഗത്തെ അറുത്ത് ആ മാംസം യാഗപീഠത്തിൽ വെച്ച് കഴിയുമ്പോൾ അതിലും ഭയങ്കരമായൊരു ചൂടോടെ ആ തീ അതിനകത്ത് വെളിപ്പെടും. ആ തീ വെളിപ്പെടുമ്പോൾ യാഗപീഠമടക്കം, ആൾട്ടറിനെ എത്രമാത്രം ദൈവം ഇഷ്ടപ്പെടുന്നു അത്രമാത്രം അതിനെ അങ്ങ് കത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം എനിക്ക് ബ്ലഡ് ബാങ്കിൽ പോകേണ്ടി വന്നു, ഒരു ഓപ്പറേഷന്റെ കാര്യം സംബന്ധിച്ച്. ഞാൻ ബ്ലഡ് ബാങ്കിൽ പോയപ്പോൾ അവരൊരു പ്രത്യേക ഒരു ഇൻക്യുബേറ്റർ, ഒരു ക്യൂബ് പോലെ ഒരു ബാഗ് എന്റെ തന്നു വിട്ടു. എന്തിനാ? ഒരു 3ാമത്തെ നില വരെ എത്തിക്കാൻ വേണ്ടി. എന്താണെന്നറിയാമോ? ആ ബ്ലഡിനെ ഒരു പ്രത്യേക ക്ലൈമറ്റിനകത്താണ് ഇവര് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ആ ക്ലൈമറ്റ് നഷ്ടപ്പെട്ടാൽ ആ ബ്ലഡ് വെറും പച്ചവെള്ളം പോലെ ഉപയോഗിക്കാൻ കൊള്ളാത്തതായി മാറും. ഹല്ലേലൂയ. ജീവനുള്ള ആ രക്തത്തിന് അത്ര ഒരു ക്ലൈമറ്റ് കൊടുത്ത് മറ്റൊരാളുടെ ശരീരത്തിലേക്ക് കൊടുക്കുവാൻ എത്ര ദിവസമെന്ന് അറിയത്തില്ല അവര് സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ഞാൻ പറയട്ടെ, യേശുവിന്റെ രക്തം, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക ക്ലൈമറ്റ്, ഞാൻ ഈ വാക്ക് പറയുന്നത് വളരെ ശ്രദ്ധിക്കണം, പ്രത്യേക ക്ലൈമറ്റിൽ നിനക്ക് വേണ്ടി നീ അപ്ലൈ ചെയ്യുന്ന സമയം വരെ അത് നിനക്ക് വേണ്ടി പൊരുതിക്കൊണ്ടൊരു അന്തരീക്ഷത്തിൽ നിൽക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൈശാചിക ഓൾട്ടറുകളുടെ രക്തത്തിന് കഴിയാത്തത്, ഹല്ലേലൂയ, ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ രക്തം, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി ഒരു പ്രത്യേക ക്ലൈമറ്റിനകത്ത് കയറി കിടക്കുകയാ. ഇന്ന് പ്രഭാതത്തിൽ നീ അതിനെ കയറി തൊട്ടാൽ നിന്റെ വാഗ്ദത്തം കയറി ചലിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ.
ഏത് പ്രതിസന്ധിക്കകത്തായിക്കോട്ടെ, ഏത് പ്രശ്നത്തിനകത്തായിക്കോട്ടെ, ഏത് സിറ്റുവേഷനകത്തായിക്കോട്ടെ, യേശുവിന്റെ രക്തത്തിന്റെ ചൂടടയാളത്തെ നീ എറിയുന്നു തൊട്ടെ. ഹല്ലേലൂയ. ആമേൻ. ചലിക്കാതെ കടന്നതിനെ ചലിപ്പിക്കുവാൻ ദൈവാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ ചിലരുടെ മേൽ, ചില വീടിനകത്ത്, കുടുംബത്തിനകത്ത് റെഡിയായിരിക്കുകയാണ്. ഹല്ലേലൂയ. 14 ദിവസം ഒരു ക്ലൈമറ്റിനകത്ത് പറയുക, ഒരു ക്ലൈമറ്റിനകത്ത് നിങ്ങൾ ഒരു ആടിനെ വാങ്ങി നിർത്തണം. 14ാമത്തെ ദിവസം ആ ആടിനെ അറക്കണം. അപ്പൊ 14 ദിവസം കൊണ്ട് ഈ വീടിന്റെ ക്ലൈമറ്റ് അറ്റാച്ച്ഡ് ആയ ഒരാട്. ഹല്ലേലൂയ. ആമേൻ. പ്രശ്നത്തിനകത്ത്, പ്രതികൂലത്തിനകത്ത് ഇസ്രായേൽ മക്കൾ അതിനെ വളർത്തുക. 14 ദിവസം വളർത്തി ആ ക്ലൈമറ്റ് അറ്റാച്ച് ആയി കഴിഞ്ഞപ്പോ 14ാമത്തെ ദിവസം ഏകദേശം ആമേൻ 2 ആഴ്ച കഴിയുമ്പം ഈ ആട് ഈ വീടിനകത്ത് യാഗമാവുക. 2 ആമേൻ. ഈ ആടിന്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും, ഹല്ലേലൂയ, ഈ ആടിന്റെ രക്തം തേക്കുക. ഹല്ലേലൂയ. ആമേൻ. തേക്കണമെങ്കിൽ ഇത് സ്റ്റക്കായി പോകാൻ ആവരുത്. ആമേൻ. എന്ന് ഞാൻ ഇത് കട്ടിയായി പോകരുത്. നിമിഷങ്ങൾ കഴിയുമ്പോൾ കട്ടിയായി പോകും. അതിനു മുമ്പേ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും ആമേൻ അറുക്കപ്പെട്ട വീടിനകത്തെ ചൂടറിഞ്ഞ, സിറ്റുവേഷൻ അറിഞ്ഞ ഒരാടിന്റെ രക്തം, ഹല്ലേലൂയ, അവിടെ തേക്കുക. തേച്ചു കഴിഞ്ഞപ്പം സംഹാരദൂതൻ അവരെ വിട്ട് കടന്നുപോയെങ്കിൽ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്ന ദൂതിനൊരു എത്രമാത്രം വാഗ്ദത്തത്തിന്റെ ചൂട് തട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മേരിയുടെ മുമ്പിൽ ഒരു ദൂതൻ വന്ന് അനൗൺസ് ചെയ്യുക. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനാൽ നിന്റെ മേൽ ഒരു ഉരുവാകാൻ പോകുകയാ. നിന്റെ രക്തത്തിനകത്തൊന്ന് ഉരുവാകാൻ പോകുകയാ. ഹല്ലേലൂയ. ഭൂമിയിലെ ആമേൻ പല ആൾട്ടറുകളിലും ഇല്ലാത്തൊരു ചൂട് നിന്റെ ഗർഭപാത്രത്തിനകത്ത് തട്ടുമ്പോൾ, ആമേൻ, നിന്റെ ഗർഭപാത്രത്തിനകത്തെ ജീന് മാറുന്ന രീതിയിൽ ആമേൻ ദൈവ പദ്ധതിയുടെ ഒന്ന് ഉരുവാകാൻ പോകുകയാ. ഇത് ആമേൻ, ഹല്ലേലൂയ, സകല മാനവ രാശിയുടെയും രക്ഷയ്ക്കായിട്ട്. ഓ ഹല്ലേലൂയ. മറിയേ, നിന്റെ അകത്ത് ഒരു ഓൾട്ടർ റെഡിയാകുകയാ. നിന്റെ അകത്ത് ഒരു ചൂട് റെഡിയാകുകയാ. ആമേൻ. എന്തിനാന്നറിയാമോ? ചിലരുടെ രോഗം സൗഖ്യമാകാൻ വേണ്ടി, ചിലരുടെ പാപത്തെ ആമേൻ എന്നേക്കുമായി ഇല്ലാതാക്കാൻ വേണ്ടി. ഹല്ലേലൂയ. തകർന്നും കുഴഞ്ഞും ഇല്ലാതെയുമായി പോയ നിനക്കൊരു പ്രൊട്ടക്ഷൻ ആയിട്ട്, ഹല്ലേലൂയ, മേരി, നിന്റെ അകത്ത് ഒരു ഓൾട്ടർ റെഡിയാവുകയാ. ഹല്ലേലൂയ. റബ ശബല മരദന റുബ ശഖബല ബലബബ. ഞാനിത് പറയുമ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, ശരീരത്തില് ആമേൻ, ആമേൻ, രോഗങ്ങൾ ഇതിനകത്ത് സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാ. ഒരു വലിയ ചൂട് തട്ടുകയാ, ചൂട് തട്ടുകയാ, ഒരു ചൂട് തട്ടുകയാ. ഡാസ്കേരി അന്ധര പ്രഭാ ജഗനഘടക സ്യാധരാധനാധന. നഷ്ടമായി പോകുമെന്ന് പറഞ്ഞ അവയവത്തെ നോക്കി ഇന്ന് ആമേൻ ഈ പ്രഭാതത്തിൽ പ്രവചിക്കുകയാ. നിന്റെ കിഡ്നിയെയും ആമേൻ നിന്റെ ശരീരത്തിന്റെ ഭാഗത്തിനും വിരോധമായി കളിച്ച ചില ആമേൻ പൈശാചിക ഓൾട്ടറുകളുടെ ആമേൻ ആമേൻ ഇടപെടലുകളെ ഇന്ന് ആമേൻ ആത്മാവിൽ ഞാനതിനെ ബ്രേക്ക് ചെയ്യുക. ഓ റാബ ശാന്തേരി അന്തരബ. ചില വാൾവിനെതിരെ പോരാടി നിന്നത്, ആമേൻ, ഹല്ലേലൂയ, ചില വാൾവുകൾക്കെതിരെ പോരാടി നിന്ന് റിപ്പോർട്ട് കൊണ്ടുവന്നത് ഇന്ന് ആമേൻ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാ. ഹല്ലേലൂയ, ആമേൻ. ഇത് വലിയൊരു സൗഖ്യത്തിന്, ഇതൊരു വലിയ ദൈവപ്രവർത്തിക്ക് കാരണമായി മാറാൻ പോകുകയാ. ആത്മമണ്ഡലത്തിൽ ഓൾട്ടറുകൾക്കകത്ത്, യാഗപീഠങ്ങൾക്കകത്ത് വെളിപ്പെടുന്ന റിസൾട്ടുകൾ ആത്മമണ്ഡലത്തിൽ പെട്ടെന്ന് അത് ചേഞ്ച് ആക്കും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, പൈശാചിക മേഖലകളുടെയും യാഗങ്ങൾക്കകത്ത് ആമേൻ ആമേൻ ആത്മമണ്ഡലം അവരുടെ മേലും അവരുടെ പൈശാചിക തലത്തിൽ തുറക്കപ്പെടും. ആമേൻ. അതുകൊണ്ട് അവരും അതേ രീതിയിൽ ബ്ലഡ് കൊണ്ട് അവർ യാഗം അർപ്പിക്കും. അത് മറ്റ് മൃഗങ്ങളുടെ ആകാം. പലപ്പോഴും ആമേൻ ആരുടെ അറിവില്ലാതെ മനുഷ്യ രക്തങ്ങളും അവരെ ആൾട്ടറുകളിൽ ഉപയോഗിക്കും. പക്ഷേ യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത പാപമില്ലാത്തത് തിരഞ്ഞെടുക്കപ്പെട്ട് യാഗമായതാ. പാപമില്ലാത്തത്. ആമേൻ ആമേൻ. ഈ രക്തത്തിന്റെ പ്രത്യേകത ഈ കാന്തം പോലെ ആമേൻ പാപത്തിനെ ആമേൻ അത് കയറി അങ്ങ് മറയ്ക്കും. പക്ഷേ പാപം നിറഞ്ഞ ബ്ലഡിന് പാപത്തെ കയറി മറയ്ക്കാൻ പറ്റത്തില്ല. ഞാൻ പറയട്ടെ, ഷുഗർ ഉള്ള ബ്ലഡിനകത്ത് ഒരല്പം ഷുഗർ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്ലഡ് ആമേൻ അത് നേരെ ബ്ലോക്ക് ആയിട്ട് മാറും.
കാരണം കട്ടിയായി മാറും, ബ്ലോക്ക് ആവും. ആമേൻ. അങ്ങനെയാണ് പലർക്കും പല രോഗങ്ങളിലോട്ട് അവർ പോകുന്നത്. ആമേൻ. പല ശരീരഭാഗത്തിലും ഇവര് ബ്ലോക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. പക്ഷെ യേശുവിന്റെ രക്തത്തിന്റെ പ്രത്യേകത, ഹല്ലേലൂയ, ഇതിനെ അബ്സോർവ് ചെയ്ത്, ആമേൻ, ഇതിനെ അലിയിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. നിന്റെ പ്രശ്നത്തെ അബ്സോർവ് ചെയ്ത് അലിയിച്ചു കളയുന്ന ഒരു ബ്ലഡ്, ആമേൻ, ഇന്ന് പ്രഭാതത്തിൽ നീ അതിന്റെ മുമ്പിൽ സുരക്ഷിതനാണെന്നുമുള്ള, ആമേൻ, ദൈവ സാന്നിധ്യത്തിന്റെ, ആമേൻ, മണ്ഡലം നീ തുറന്നു പിടിച്ചിരിക്കുക. അതാണ് നീ കൊടുക്കുന്ന ഈ, ആമേൻ, ഈ യാഗം, അല്ലെങ്കിൽ നീ കൊടുക്കുന്ന ഈ യാഗം, നിന്റെ സമയം, അല്ലെങ്കിൽ നിന്റെ, ആമേൻ, ആമേൻ, പ്രാർത്ഥന, ഇത് ഈ അന്തരീക്ഷത്തെ ഒരുക്കിയിടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളുടെ അകത്ത് ഇതുപോലെ ചില യാഗങ്ങൾ, ആമേൻ, ഭവനാന്തരീക്ഷത്തിൽ തുറക്കണം. അബ്രഹാം, ആമേൻ, തന്റെ മകനെ യാഗം അർപ്പിക്കാൻ പറ്റുമോ എന്ന്, ആമേൻ, സ്വർഗം തന്നോട് ചോദിക്കുന്ന സമയത്ത്, ആമേൻ, ഹല്ലേലൂയ, മടി കൂടാതെ കൊണ്ടുപോവുക. എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? യാഗത്തിലോട്ട് കൊണ്ടുപോവുക. കാരണം അബ്രഹാമിന് മടി പറയാൻ പറ്റത്തില്ല. ആമേൻ. കാരണം, ആമേൻ, അബ്രഹാമിന് ഒരു കാര്യം അറിയാം, ഈ ബ്ലഡിന്റെ റിസൾട്ട്, ഹല്ലേലൂയ, ആമേൻ, എനിക്കൊരു വലിയ തലം തുറന്നു തരും, വാഗ്ദത്തത്തിന്റെ വലിയ അന്തരീക്ഷം തുറക്കും. ഹല്ലേലൂയ. ഇത് അബ്രഹാമിന് നന്നായിട്ട് അറിയാം. കാരണം ഓൾട്ടറുകൾ പലത് ചെയ്ത് കണ്ട് പഠിച്ച് മനസ്സിലാക്കി റിസൾട്ട് കണ്ട അബ്രഹാമിന് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളെ അവിശ്വസിക്കേണ്ട കാരണമില്ല. തന്റെ അനുഭവത്തിൽ പലതലത്തിൽ ഈ യാഗം താൻ കൊണ്ടുവന്നതാ. ആമേൻ. ഇതിനകത്ത് പ്രാർത്ഥനയോടെ വന്നിട്ട് ഒത്തിരി റിസൾട്ട് കിട്ടിയവരുണ്ട്. പക്ഷെ ചില സമയത്ത്, ആമേൻ, അതിനകത്തൊരു ചലനമില്ലാതാവുമ്പോ, ആമേൻ, ഇതിനകത്തൊന്നും ഒരു കാര്യമില്ല, ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, നിരാശയുടെ വാക്ക് പറയുന്നവരെ, നിരാശയുടെ ചിന്ത വരുന്നവരെ ഞാൻ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ഈ പ്രഭാതത്തിൽ ഈ ഒന്നുകൂടൊന്ന് തട്ടിയേ, നിന്റെ വാഗ്ദത്തം ചാടി എഴുന്നേക്കാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രശ്നങ്ങളും പ്രതിസന്ധികളും മടുപ്പിലോട്ട് കൊണ്ടുപോകുമ്പോൾ സൂര്യനേക്കാളും വെല്ലുന്ന, ആമേൻ, ശോഭയുള്ള ദൈവ സാന്നിധ്യം, ആമേൻ, നിന്റെ, ആമേൻ, പ്രശ്നത്തെ പ്രതികൂലത്തെ ഓവർകം ചെയ്യുവാൻ, അതിന്റെ മധ്യേ നടന്ന് കയറി പോകുവാൻ, ആമേൻ, ഒരു വലിയ ബലം നിന്റെ മേൽ വ്യാപരിക്കുകയാ. ആ ബലത്തിന്റെ പേരാണ് പുതിയ നിയമത്തിൽ കൊടുത്തിരിക്കുന്നത് കൃപ. ഹല്ലേലൂയ, കൃപ. ഒന്ന് പറഞ്ഞാട്ടെ, ആമേൻ. കൃപ. ഇതെന്റെ ശരീരത്തിൽ വ്യാപരിക്കുക, എന്റെ അവയവങ്ങളിൽ വ്യാപരിക്കുക, എന്റെ കണ്ണിൽ വ്യാപരിക്കുക, എന്റെ ഹാർട്ടിൽ വ്യാപരിക്കുക. കൃപ, കൃപ. ഹല്ലേലൂയ. ഈ വാക്ക്, ആമേൻ, ഹല്ലേലൂയ, ഈ കൃപ എന്ന വാക്ക് ഹെവൻ അനൗൺസ് ചെയ്തത്. എന്റെ കൃപ നിനക്ക് മതി. ആമേൻ. എല്ലാവരും ശബ്ദത്തോടൊന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, എന്റെ കൃപ നിനക്ക് മതി. ഇനി അത് ഒന്നുകൂടെ ഒന്ന് ശബ്ദത്തിൽ പറഞ്ഞ്, യേശുവിന്റെ കൃപ എനിക്ക് മതി. ഹല്ലേലൂയ. ഹെവന്റെ വാക്കുകൾക്കകത്ത് ടൈം പീരീഡ് ഇല്ല. ഹെവന്റെ വാക്കുകൾക്കകത്ത് ടൈം പീരീഡ് ഇല്ല. ഹെവന്റെ വാക്കുകൾക്കകത്ത്, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, എവിടെ തുടങ്ങിയെന്നും എവിടെ അവസാനിക്കുമെന്നും പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്നൊരു സ്തോത്രം പറഞ്ഞേ. അപ്പൊ ഹെവൻ അനൗൺസ് ചെയ്ത സാധനം ഭൂമിയിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്താൽ, ഭൂമിയുടെ സമയത്തെ തള്ളി മാറ്റിക്കൊണ്ട് ദൈവത്തിന്റെ സമയം അവിടെ ഓപ്പൺ ആയേ പറ്റൂ. ടൈം പീരീഡ് ഉള്ള പൈശാചിക തലങ്ങളുടെ കെട്ടുകളെ പൊട്ടിക്കാൻ, ഹല്ലേലൂയ, അവര് പറയാം 100 വർഷം പഴക്കമുള്ള, ആമേൻ, ബന്ധനമാണ് ഞാൻ അവന്റെ കുടുംബത്തിന്റെ മേൽ അയച്ചത്. 50 വർഷം പഴക്കമുള്ള പാരമ്പര്യ ശക്തിയുടെ ബന്ധനമാണ് ഞാൻ ആ കുടുംബത്തിനകത്ത് ഇട്ടത്. പക്ഷെ ടൈം പീരീഡ് ഇല്ലാത്ത ഒരു വാക്ക് അവൻ സ്വർഗത്തിൻ്റെത് അനൗൺസ് ചെയ്തിരിക്കുക. അതിന്റെ പേരാണ് കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഒരു നിമിഷം, ഹല്ലേലൂയ, ആമേൻ, വാ കൊണ്ട് ഒന്ന് ഉച്ചരിച്ച് പറഞ്ഞാട്ടെ, ദൈവ കൃപ, യേശുവിന്റെ കൃപ, യേശുവിന്റെ കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ വിളിച്ചു പറഞ്ഞാട്ടെ, ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 2 കൊരിന്ത്യർ 12-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നുവെന്ന് പറഞ്ഞു. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ശക്തി. ഞാൻ പറയട്ടെ, നമ്മുടെ ബലഹീനത എന്ന് പറയുന്ന സാധനമാണ് നമ്മളെ പലപ്പോഴും ഡീമോട്ടിവേറ്റ് ചെയ്യുന്നത്. ഹല്ലേലൂയ.
ഞാൻ പറയട്ടെ, എത്ര ചാർജോടെ ഇരിക്കുന്ന വ്യക്തിയും ആമേൻ ബലഹീനതയ്ക്കകത്ത് ഡീമോട്ടിവേറ്റ് ആവും. പിന്നെ അവന്റെ മേളിലോട്ട് ഭാരം അങ്ങ് കയറുക. ചിലർ പറയാറുണ്ട്, ഈ ഭാരം എവിടെ നിന്ന് കയറുന്നെന്നും ആൾക്കാർക്ക് അറിയത്തില്ല. പിന്നെ അവർക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ആമേൻ ആരാധിക്കാൻ കഴിയുന്നില്ല. എന്തോ ഒരു ഭാരം. ആമേൻ ദൈവസന്നിധിയിലോട്ട് ചെല്ലാൻ ഒരു ഭാരം, ഹല്ലേലൂയ, ദൈവത്തോട് അടുക്കാൻ ഒരു ഭാരം, സ്തുതിക്കാൻ ഒരു ഭാരം, വാ തുറന്ന് സ്തുതിക്കാൻ ഒരു ഭാരം. ആമേൻ ഇവിടെ എല്ലാം സ്വർഗം പറയുന്നത്, നീ അല്ല പ്രയത്നിക്കേണ്ടത്, എന്റെ കൃപ നിന്റെ മേ വരാനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ നമ്മൾ സാധാരണ കേട്ടും പഠിച്ചും നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇവിടെ എല്ലാം നമ്മളെ അങ്ങ് വിശുദ്ധീകരിക്കാൻ നോക്കുക. പിന്നെ അവിടെ കരച്ചില, കർത്താവെ എന്നെ വിശുദ്ധീകരിക്കണമേ. ഇവിടെ കരയുമല്ല ചെയ്യേണ്ടത്, ഇവിടെ ചോദിക്കുക ചെയ്യേണ്ടത്. എന്ത് ചോദിക്കണം? കർത്താവെ നിന്റെ കൃപ എനിക്ക് വേണം, നിന്റെ കൃപ എനിക്ക് വേണം, നിന്റെ കൃപ എനിക്ക് വേണം. ഞാൻ പറയട്ടെ, പിശാച് തെറ്റിദ്ധരിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇങ്ങനെയാണ്, നീ പാപിയാണ്. ഹല്ലേലൂയ. വേദപുസ്തകം പഠിക്കുമ്പോൾ ആമേൻ അല്ല, ഒരു സ്ത്രീയുടെ മുമ്പില് ആമേൻ ആ യഹൂദ ജനം മൊത്തം അവളെ പിടിക്കപ്പെട്ട കുറ്റം പബ്ലിഷ് ചെയ്തുകൊണ്ട് യേശുവിന്റെ മുമ്പിൽ അവളെ കൊണ്ട് നിർത്തിയിരിക്കുക. അവളെ പറയുന്നത് വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവൾ. അവളുടെ പേരൊന്നും അവിടെ കൊടുത്തിട്ടില്ല. വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ടവൾ അനൗൺസ് ചെയ്തിരിക്കുക, പബ്ലിഷ് ചെയ്തിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. അവളെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് പറയാം, മോശയിക നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലണം. മോശയിക നിയമപ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലണം. നീ ഇതിനെന്ത് പറയുന്നു? ഹല്ലേലൂയ. യേശുവിന്റെ മുമ്പിൽ ചലഞ്ചുമായിട്ട് ഇവര് കൊണ്ടുവന്നിരിക്കുക. ആമേൻ കുറ്റപ്പെടുത്തി, ആമേൻ ഒരു മരണത്തെ മുന്നേ കൊണ്ട് നിർത്തിയിട്ട് എന്തു വിധി കൊടുക്കുന്നുവെന്ന്. യേശു മോശയിക നിയമത്തെ തകർത്തൊന്നും കളഞ്ഞില്ല. മോശയിക നിയമത്തെ നിർത്തിക്കൊണ്ട് കല്ലെടുത്തവരുടെ അകത്ത് കിടക്കുന്ന ഹിതത്തെ ആമേൻ കർത്താവ് ഒന്ന് തൊട്ടു. ആമേൻ എന്താ തൊട്ടത്? അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ഒന്നാമത് കല്ലെറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൃപ വെളിപ്പെടുന്നത് ഇങ്ങനെയാ, ഹല്ലേലൂയ. പാപമില്ലാത്തവർക്ക് ഒന്നാമത്തെ ചാൻസ് തരിക. ആമേൻ, ആമേൻ. അവളോട് യേശു പിന്നെ ചോദിക്കുക, നിവർന്നിട്ട് അവൻ ചോദിക്കുക, നിന്നെ ആരും കല്ലെറിഞ്ഞില്ലയോ മകളെ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നെ കയ്യിൽ കല്ലുമായി വന്നവരാരും എറിഞ്ഞില്ലയോ? എത്ര പ്രതീക്ഷയോടെയാ വാഗ്ദത്തത്തിന് നേരെ പിശാച് പല ക്ലൈമാക്സുകളും പ്ലാൻ ചെയ്തുകൊണ്ട് വരുന്നേ. പക്ഷെ ഈ വേർഡിന്റെ മുമ്പിൽ നിന്റെ വാഗ്ദത്തത്തെ തകർക്കാൻ പറ്റിയ ഒന്നില്ലെന്ന് സ്വർഗമകർ തെളിയിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവാ തെളിയിക്കുന്നത്. ഹല്ലേലൂയ. കല്ലെറിയാനും ആമേൻ നിന്റെ ചാൻസുകളെ നഷ്ടപ്പെടുത്താനും നിന്റെ അവസരങ്ങളെ ഇല്ലാതാക്കാനും നിനക്കെതിരെ പറയിപ്പിക്കാനും നിനക്കെതിരെ ചലിപ്പിക്കാനും പൈശാചിക മേഖലകൾ പ്ലാൻ ചെയ്തു വരും. പക്ഷെ കൃപ അതിനെ കയറി അങ്ങ് പൊതിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ ഒരു പ്രത്യേകത, അത് ടൈമിങ്ങിലല്ല നിൽക്കുന്നത്, ടൈം പീരീഡിനകത്തല്ല നിൽക്കുന്നത്. അത് അനന്യമായതാ. ഇന്ന് പകൽ ചിലരുടെ മേൽ, ചിലരുടെ ബിസിനസ്സിനകത്ത് കെട്ടിക്കിടക്കുന്ന ശാപബന്ധനങ്ങളെ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രഭാതത്തിൽ ചിലർക്ക് വേണ്ടി അഴിക്കുകയാ. അടിക്കടിയായി വന്നു കേറിയ പലതും നിന്റെ ലൈഫിനകത്ത് പ്രശ്നമുണ്ടാക്കി, പ്രതികൂലമുണ്ടാക്കി, വേദനയ്ക്കകത്ത് നീ വീണ്ടും ചോദിക്കുക, കർത്താവേ എന്റെ കുഴപ്പമാണ്. അല്ലല്ല, നിന്നെ കല്ലെറിയാൻ വന്നവരൊരു നിയമം കൊണ്ട് വന്ന് നിൽക്കുക. അതിനെ പൊട്ടിക്കുന്ന ഒരു കൃപ ഇന്ന് പകലൊന്ന് ചോദിച്ചേ. ആത്മമണ്ഡലം നിന്റെ കൂടെ ചലിക്കാൻ തുടങ്ങുകയാ. നീ കൊടുക്കുന്ന ഓൾട്ടറിന്റെ റിസൾട്ട് ആണ്. നീ കൊടുത്ത യാഗപീഠത്തിന്റെ റിസൾട്ട് ആണ് കൃപ എന്നുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഇതിനകത്ത് ഈ കൃപ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു ഇൻക്യുബേറ്റർ നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ പ്രാർത്ഥന അന്തരീക്ഷം അവിടെ ഒന്ന് ഒരുക്കണം. ആരെങ്കിലും എവിടെയെങ്കിലും മിസ്സായി കിടപ്പുണ്ടെങ്കിൽ ഇന്ന് ഈ പ്രഭാതത്തിൽ തീരുമാനിച്ചോ, ഞാൻ എൻ്റെ വീടിനകത്ത് ഞാൻ ആ പ്രാർത്ഥന അന്തരീക്ഷം ഒരുക്കും. ഞാൻ പറയട്ടെ, പ്രാർത്ഥന അന്തരീക്ഷം ഒരുക്കേണ്ടത് ടൈം പീരീഡിലാണ് ഒരുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജഡത്തിന് ടൈം പീരീഡ് ഉണ്ട്, ശരീരത്തിനൊരു ടൈം പീരീഡ് ഉണ്ട്. 80, 90, 65,
ഹല്ലേലൂയ. ഇങ്ങനെ ടൈം പീരീഡ് ഉള്ള ശരീരത്തെ ടൈം പീരീഡിനകത്ത് നിങ്ങളൊരു യാഗപീഠം ഒരുക്കണം. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ പറയുന്നത് യാഗപീഠം ഒരുക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്ലേസ് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. സൂം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ, നിങ്ങൾക്ക് വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ ഒരു പ്ലേസ് ഉണ്ടായിരിക്കണം. ഒരു ഡിസ്റ്റർബും ഇല്ലാത്ത ഒരു പ്ലേസ് ആമേൻ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ അകത്ത് സഫിഷ്യന്റ് ആയ ഒരു കൃപ, സഫിഷ്യന്റ് ആയ ദൈവപ്രവൃത്തി, ആ വീടിനകത്ത് ബന്ധങ്ങൾ ശിഥിലമാകത്തില്ല. ആ വീടിനകത്ത് ആമേൻ പരിഹരിക്കപ്പെടാത്ത പ്രശ്നമായിട്ട് ഇരിക്കത്തില്ല. ആ വീടിനകത്ത് മക്കൾ ഹല്ലേലൂയ ആമേൻ ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരായി ഹല്ലേലൂയ അവരെ ദൈവം കൂട്ടിവരുത്തും, അവരെ കൂട്ടിവരുത്തും. ഹല്ലേലൂയ. നീ പറയുന്നത് കേൾക്കാത്ത പിള്ളേർ ആ വീടിനകത്ത് കാണത്തില്ല. കാരണം ഇത് യാഗപീഠമാണ്, ഇത് യാഗപീഠമാണ്. ഈ വീടിനകത്ത് യാഗപീഠമുണ്ട്. ആമേൻ ഈ വ്യക്തിയുടെ മേൽ യാഗപീഠത്തിന്റെ അന്തരീക്ഷം കിടപ്പുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആമേൻ യാഗപീഠത്തിന്റെ വലിയ പ്രത്യേകതകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്തൊരു കാര്യമുണ്ട്. യാഗപീഠം പഴയ നിയമകാലത്തിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? കല്ലുകൾ ഷേപ്പ് ചെയ്യാൻ പാടില്ല. ആ കല്ലിനെ കൊത്തി റെഡിയാക്കാനൊന്നും പാടില്ല. ആ കല്ലിന്റെ രൂപത്തിൽ തന്നെ ഇരിക്കുന്ന നിനക്ക് ആ രൂപത്തിൽ തന്നെ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ആ കല്ലിന്റെ മേൽ കല്ല് വെച്ച് യാഗപീഠം റെഡിയാക്കണം. ആ യാഗപീഠം റെഡിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ വിറക് നിരത്തണം. വിറക് നിരത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ഹല്ലേലൂയ നീ വെക്കാനിരിക്കുന്ന ഓൾട്ടറിനെ, യാഗവസ്തുവിനെ അതിന്റെ മുകളിൽ വെക്കണം. അപ്പൊ ഈ 3 പ്രിപ്പറേഷനകത്തും ഒരു അറേഞ്ച്മെന്റ് ഉണ്ട്. ഈ 3 പ്രിപ്പറേഷനകത്തും അറേഞ്ച്മെന്റ് ഉണ്ട്. ഈ അറേഞ്ച്മെന്റ് ആണ് നിന്റെ മുമ്പിലെ ഒരു റിസ്ക് എന്ന് പഴയ നിയമത്തിലുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ഹല്ലേലൂയ നിനക്ക് ഈ അറേഞ്ച്മെന്റ് വളരെ സിമ്പിൾ ആണ്. ഹല്ലേലൂയ. എവിടെയും അറേഞ്ച്മെന്റ് ഉണ്ട്, എവിടെ അറേഞ്ച്മെന്റ് ഉണ്ട്. നീ എടുക്കുന്ന തീരുമാനം നമ്മൾ എടുക്കുന്ന തീരുമാനം, നമ്മൾ എടുക്കുന്ന സമയം, നമ്മൾ അതിന് കൊടുക്കുന്ന ഇമ്പോർട്ടന്റ് ആയ ദൈവ സാന്നിധ്യത്തിന് കൊടുക്കുന്ന വില ഇത് നിന്റെ മുമ്പിൽ കൃപ വെളിപ്പെടാനിടയാണ്. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ഹല്ലേലൂയ, ഒരു സമയം ദൈവസന്നിധിയിലേക്ക് കൊടുക്കാൻ റെഡിയാണോ? ഹല്ലേലൂയ, ഒരു വില ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ കൊടുക്കാൻ റെഡിയാണോ? നിന്റെ മുമ്പിൽ അത്ഭുതങ്ങളുടെ അടയാളങ്ങളുടെ ദൈവം നിനക്ക് വേണ്ടി ചലിക്കാൻ റെഡിയാണ്. ഹല്ലേലൂയ. ശബ്ദമുയർത്തി ദൈവ സാന്നിധ്യത്തിനൊന്ന് നന്ദി പറഞ്ഞു തുടങ്ങിയാട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ വായിച്ച വാക്യങ്ങൾ ഹല്ലേലൂയ 8, 9, 10 വാക്യങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 12 8, 9, 10 വാക്യങ്ങൾ. അത് എന്നെ വിട്ടു നീങ്ങേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനോട് അപേക്ഷിച്ചു. അവൻ എന്നോട് എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഇവിടെ ഒരു വാക്കുകൂടെ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോകാനായിരിക്കും. ബലഹീനതയിൽ എന്റെ ശക്തി തികഞ്ഞു വരുന്നു. അപ്പം ശക്തിയെ ഈ ബലഹീനതയ്ക്കകത്ത്, പ്രശ്നത്തിനകത്ത് ശക്തി ആവശ്യമാണെന്ന് എല്ലായിടത്തും ദൈവത്തിന്റെ ആത്മാവ് തെളിയിച്ചതാ. ബലഹീനതയ്ക്കകത്ത് ശക്തി ആവശ്യമാണ്. ഹല്ലേലൂയ. ബലമില്ലാത്തടത്ത് ഞാൻ എന്റെ ബലം വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് വചനത്തിനകത്ത് പറയുന്നത്. നീ ബലമില്ലാതെ കിടന്ന ഞാൻ നിനക്ക് ബലം വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. അപ്പം ഈ നിങ്ങളുടെ ശക്തി നഷ്ടപ്പെടുന്നിടത്താണ് നിങ്ങൾക്ക് ബലഹീനത ഉണ്ടാകുന്നതെന്ന് വചനം പറയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നറിയാം? ബലഹീനത വരാതിരിക്കട്ടെ. ഹല്ലേലൂയ. അല്ലേ? നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ്. അയ്യോ കർത്താവേ, ആ ബലഹീനത ഇനി എനിക്ക് വരല്ലേ. പക്ഷെ ആ പ്രാർത്ഥന ഇന്ന് പ്രഭാതത്തിൽ ഒന്ന് തിരിക്കണം. കർത്താവേ, എനിക്ക് അങ്ങയുടെ ശക്തി അധികമായിട്ട് വേണം. ഹല്ലേലൂയ. മോശ പറയുന്ന ഒരു കാര്യമുണ്ട്. രാജാവിന്റെ മുമ്പിലോട്ട് പോവുക മോശ. പക്ഷെ മോശ പറയുന്നേ എനിക്ക് ബലഹീനതയുണ്ടെന്നോ ഒന്നുമല്ല പറയുന്നേ. മോശ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നിന്റെ സാന്നിധ്യം എന്റെ കൂടെ പോരണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നീ ഓഫീസിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നീ ഡ്രൈവ് ചെയ്യുമ്പോൾ, നീ ആ പേപ്പർ എടുത്ത് ഒപ്പിടാൻ പോകുമ്പോൾ, നീ നിന്റെ ജോലി നിന്റെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ജോലിയെ കൃത്യസമയത്തിൽ കൃത്യതയോടുകൂടി ചെയ്യുവാൻ സ്വർഗത്തോട് ചോദിച്ചാട്ടെ. നിന്റെ സാന്നിധ്യം, നിന്റെ കൃപ എന്റെ മേൽ ശക്തിയോടൊന്ന് പെരുകട്ടെ.
അർബശേലി ബ്രബ ജനഘടകസി ടൈം പീരീഡുകളെ തകർത്തുകൊണ്ട് നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവകൃപ, ടൈം പീരീഡുകളെ തകർത്തുകൊണ്ട് നിന്റെ മേൽ അനുവദിക്കപ്പെട്ട ദൈവ സാന്നിധ്യം അത് ശക്തിയോടൊന്ന് വെളിപ്പെട്ട ബാലിന്റെ 450 പ്രവാചകന്മാരെ താഴ്വരയിൽ കൊണ്ട് വെട്ടിക്കളഞ്ഞ ദൈവത്തിന്റെ ആത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജസബേലിയ ശക്തി അപ്പോഴുമുണ്ട്, ജസബേലിയ അധികാരം അപ്പോഴുമുണ്ട്, അത് തകർന്നിട്ടില്ല. പക്ഷേ നീ കയറി അതിനെ കയറി വെട്ടുക, നീ കയറി അതിനെ കയറി വെട്ടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ചില വീടിനകത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ജസബേലിയ ശക്തികളെ വെട്ടുന്ന ഒരു ഓൾട്ടർ നിന്റെ മേൽ വെളിപ്പെടുകയാ, ഒരു യാഗപീഠം നിന്റെ മേൽ വെളിപ്പെടുകയാ. നാളുകളായി നിന്റെ കുഞ്ഞിനെ, നിന്റെ പിതാവിനെ ഒക്കെ അപഹരിച്ചു നിർത്തിയിരുന്ന ജസബേലിയ ശക്തിയുടെ അധികാരത്തെ ചില അറേഞ്ച്മെന്റുകൾ ഇന്ന് പ്രഭാതത്തിൽ ചില വീടിനകത്ത് വീഴുകയാ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ, ആമേൻ. മാസങ്ങളെടുത്ത് നീ മുന്നോട്ട് വെച്ച പല സ്റ്റെപ്പുകളും നിന്റെ മുമ്പിൽ നിവർത്തീകരിക്കാതെ ഫെയിലിയർ കാണിച്ചു നിൽക്കുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ സ്വർഗം പറയുക, അധികാരമുള്ള ദൈവ ശബ്ദം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ചില ജസബേലിയ ശക്തികളെ വെട്ടിക്കളയുകയാണ്. ഒരു യാഗം, 2 യാഗം, വേദപുസ്തകം പഠിക്കുമ്പോ 2 യാഗം ഒരേ ഇടത്ത് നടക്കുകയാ ഒരേ സമയം. ബാലിന് വേണ്ടി ഒരു യാഗം, ആമേൻ. പക്ഷേ പുരോഹിതന്മാരുടെയും ആമേൻ, ഹല്ലേലൂയ, ബാലിന്റെ പ്രവാചകന്മാരുടെയും ആമേൻ ശുശ്രൂഷക്കാരുടെ എണ്ണം കൂടുതലാ. ഹല്ലേലൂയ, 450ഓളം ഉണ്ട്. ഇവിടെ യഹോവയ്ക്ക് ഒരാള്. ആമേൻ, ആമേൻ. ഒരു സ്തോത്രം ചെയ്തേ, ഹല്ലേലൂയ. ഒരു വീടിനകത്ത് ഒരാള് മതി. ഒരു വീടിനകത്ത് ഒരാള് മതി. ബാക്കി എല്ലാത്തിനെയും കയറി കവറപ്പ് ചെയ്യുവാൻ വീടിനകത്ത് ഒരാൾ. നീ വിചാരിച്ചാൽ നിന്റെ ഓൾട്ടർ റെഡി ആണെങ്കിൽ നിന്റെ വീടിനകത്ത് മോളെ ബ്ലസ്സി നീ ജോയിൻ ആയ സമയം മുതൽ കർത്താവിനോട് പറയുക, നിന്റെ വീടിനകത്ത് നീ ഒരാള് മതി. ചില ശക്തികളെ വെട്ടിക്കളഞ്ഞുകൊണ്ട് ദൈവപദ്ധതിയിൽ കയറി വരുവാൻ നിന്റെ മുമ്പിൽ അങ്ങനെ ഒരു നിയോഗം ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുകയാ. ചിലതിനെ തോൽപ്പിച്ചുകൊണ്ട് കയറി വരുവാൻ നിന്റെ മേലൊരു അധികാരത്തിന്റെ യാഗപീഠം റെഡിയാക്കിക്കോ. നീ മുട്ടുമേലിരിക്കുന്ന സമയം ചിലതിന്റെ തല പോകുന്ന സമയമാണ്. ചിലതിന്റെ വെല്ലുവിളികളെ നിർത്തിക്കളയുന്ന സമയമാണ്. ഇന്ന് പ്രഭാതത്തിൽ ചിലരുടെ മേൽ അധികാരം ചലിക്കുകയാ. ഇപ്പോൾ ഭയപ്പെട്ട് ഗുഹയ്ക്കകത്തിരുന്ന വ്യക്തിയായിരിക്കാം, പക്ഷെ യാഗത്തിന്റെ മുമ്പിൽ ഒരു കൃപ വെളിപ്പെടുകയാ. ബാലിന്റെ പ്രവാചകന്മാർ മണിക്കൂറുകൾ എടുത്ത് യാചിച്ചിട്ട് കിട്ടാത്തത് ഒരൊറ്റ പ്രാർത്ഥനയ്ക്കകത്ത് യാഗപീഠത്തിന്റെ കല്ലുകൂടെ കയറി കത്തുന്ന രീതിയിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സൂം മീറ്റിംഗിനകത്ത് ആമേൻ, ഹല്ലേലൂയ, ആമേൻ. വിഷയം മാത്രമല്ല, വ്യക്തി കൂടെ കയറി അങ്ങ് കത്തുക, വ്യക്തി കൂടെ ആത്മാവിൽ കയറി കത്തുകയാ. ഹല്ലേലൂയ, ആമേൻ. പ്രാർത്ഥനാ വിഷയം മാത്രമല്ല, ആമേൻ. ചില സ്നാനങ്ങളെ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഒരുക്കാൻ പോകുകയാണ്. അധികാരമുള്ള ദൈവപ്രവൃത്തിയുടെ ചില സ്നാനങ്ങൾ ഇതിനകത്ത് നടക്കാൻ പോകുകയാണ്. കല്ല് കയറി കത്തുന്നു, വെള്ളം നനച്ച കല്ലുകൾ കയറി കത്തുന്നു യേശുവിന്റെ നാമത്തില്. ദൈവത്തിന്റെ ആത്മാവിനോട് അങ്ങനെ പറയുന്നു. ഹല്ലേലൂയ. ചില കല്ലുകളെ ദൈവം ഒരുക്കുകയാ. ഇതിനകത്ത് ദൈവത്തിന്റെ ദൈവിക പൊസിഷനുള്ള ചില വ്യക്തികളെ ഇതിനകത്ത് ഈ ദിവസങ്ങളിൽ ഈ മീറ്റിംഗിനകത്ത് ക്രമീകരിക്കുകയാ. ചില കല്ലുകളാക്കി നിർത്താൻ പോകുകയാ, അധികാരമുള്ള കല്ലുകളാക്കി. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അബ്രഹാം ഒരു യാഗമർപ്പിച്ചു. ആമേൻ. അബ്രഹാം യാഗമർപ്പിച്ച കല്ലുകൾ പലതും പല ഇടങ്ങളിൽ കിടക്കുകയാണ്. അതിലൊരു പ്ലേസ് ആണ് ലൂസ് എന്ന് പറയുന്ന പ്ലേസ്. ലൂസിൽ കിടക്കുക, ഒരു കല്ല് ലൂസിൽ കിടക്കുക. കൊച്ചുമകൻ ഗുഡായിപ്പുമായിട്ട് സകലവിധമായ പ്രശ്നങ്ങളും തലയിലേറ്റി കളിപ്പീരും നടത്തി പോകുമ്പോ ലൂസിൽ ചെന്നപ്പോ ഒരു പിടി വീണു. ലൂസിൽ ചെന്നപ്പോ അവന് ക്ഷീണം വീണു. ആമേൻ, ഹല്ലേലൂയ. ചില പ്ലേസിൽ ചെന്ന് കയറിയോടുകൂടി അവർക്ക് ഭയങ്കര ക്ഷീണമാണ്. എന്താണെന്നറിയാമോ? വാഗ്ദത്തത്തിന്റെ കല്ല് അവിടെ കിടപ്പുണ്ട്. നിന്നെ ആ പ്ലേസിനകത്ത് പ്രതീക്ഷിച്ച് വാഗ്ദത്തത്തിന്റെ കല്ല് കിടപ്പുണ്ട്.
ബഹറിനിൽ വാഗ്ദത്തത്തിന്റെ കല്ല് കിടപ്പുണ്ട്. ഹാലലുയ, ഹാലലുയ. തലയ്ക്ക് നേരെ ആമേൻ വെല്ലുവിളിയുള്ള ബ്ലൈസ് നീ ഒരു അനുഗ്രഹമാക്കി മാറ്റാൻ പോകുക. സജൻജ പരിശുദ്ധാത്മാവ് ആമേൻ 2026 പരിശുദ്ധാത്മാവിന്റെ വലിയ പദ്ധതിയുടെ ആമേൻ 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 വഴികൾ അതിനകത്ത് ഓപ്പൺ ആകാൻ പോകുക. ഹാലേലുയ. റുബാലക ശംഭേരിയ പ്രഭാ ജഗദഗടക സീഖോറിയാന്തരാധന. അടുത്ത ഒരു ഓൾട്ടർ റെഡിയാകുകയാ, അടുത്തൊരു ഓൾട്ടർ റെഡിയാകുകയാ. ചിലതിനെ കത്തിക്കുവാൻ, ചിലതിനെ എഴുന്നേൽപ്പിക്കുവാൻ. ആമേൻ നാട്ടിലും ആമേൻ അവിടെയും ഒരുപോലെ ബിൽഡിങ്ങിന്റെ പണി ആമേൻ നടക്കുന്ന ഒരു തലം പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കുന്നു. ജാഖാരിയാന്ത രാശ്മേരിയാന്തനാഥന. ഇതിനകത്ത് ചിലർക്ക് വേണ്ടി ദൈവപദ്ധതിയുടെ പണി നടക്കാൻ പോകുകയാ. ആമേൻ വീടുമായി ബന്ധപ്പെട്ട് പണി ബ്ലോക്കായി കിടക്കുന്നവരെ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഹല്ലേലൂയ, ചിലർക്ക് വേണ്ടി ദൈവപദ്ധതിയുടെ വാഗ്ദത്തങ്ങളുടെ പണി ഇതിനകത്ത് സംഭവിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. യാക്കോബ് ഓടിച്ചെന്ന് കയറുക, ലൂസിനകത്ത് ചെന്നു ആമേൻ ആമേൻ അവിടെ ഒരു കല്ലെടുത്ത് താൻ തലകണയായി എടുത്ത് വെക്കുക. ആമേൻ വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും ഞാൻ എന്റെ അർത്ഥത്തിൽ ഞാൻ പറയാം, ആ കല്ല് ആമേൻ ഒരു പക്ഷെ അബ്രഹാമിന്റെ യാഗപീഠത്തിന്റെ കല്ലായിരിക്കും. പ്രത്യേക ഷെയ്പ്പ് ഒന്നും ഇല്ലെങ്കിലും ആമേൻ ആ കല്ലിലോട്ട് തല വെച്ച് കിടക്കുമ്പോൾ താൻ ഒരു കാഴ്ച കാണുകയാണ്. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കാഴ്ച. ആമേൻ തലയ്ക്കകത്ത് മറ്റൊരു ആമേൻ ആമേൻ പരിഭ്രാന്തിയും മരണവേദനയുമായിട്ട് പോകുന്നവൻ ആമേൻ അതിനകത്തൊരു കാഴ്ച കാണുക. ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത്. പിറ്റേന്ന് രാവിലെ ലൂസിനെ അവനങ്ങ് ബഥേലാക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, പ്രതിസന്ധിയെ നീ ഒരു യാഗപീഠമാക്കി മാറ്റിക്കോ. പ്രതിസന്ധിയെ നീ ഒരു യാഗപീഠമാക്കി മാറ്റിക്കോ. ഇതെന്റെ ദൈവത്തിന്റെ ഇടപെടലിനുള്ള പ്ലേസ് ആക്കി മാറ്റിക്കോ. ഇത് ഇടപെടലിനുള്ള കാരണമാക്കി മാറ്റിക്കോ. ആമേൻ ആമേൻ. എന്റെ ലൈഫിനകത്ത് ആമേൻ 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 കുഞ്ഞുങ്ങളില്ലാതെ ആമേൻ ആമേൻ നീണ്ട 7 വർഷത്തോളം ആമേൻ ഞങ്ങൾ വേക്കൻഡിൽ ഇരിക്കുമ്പോൾ ഹല്ലേലൂയ ഈ പ്രതിസന്ധി ആമേൻ ഞങ്ങളതങ്ങ് യാഗപീഠമാക്കി. ഹല്ലേലൂയ. ഈ പ്രതിസന്ധി ദൈവസന്നിധിയിലോട്ട് കൊടുത്തു. ഹല്ലേലൂയ. ആമേൻ ഡോക്ടേഴ്സിന്റെ കയ്യിലല്ല കൊടുത്തത്. ഹല്ലേലൂയ. ആമേൻ ആമേൻ മെഡിക്കൽ കോളേജുകളുടെ കയ്യിലല്ല കൊടുത്തത്. ഞാൻ കർത്താവിന്റെ കയ്യിൽ കൊടുത്തപ്പോൾ സ്വർഗം അതിനകത്ത് ഒരു കൃപ വെളിപ്പെടുത്തി. ഹല്ലേലൂയ. നിന്റെ എക്സാമുകൾ ആമേൻ സ്വർഗം അതിനകത്തൊരു റിസൾട്ട് വെളിപ്പെടുത്താൻ പോകുകയാ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ മാത്രം സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ. നിന്റെ വീടിനകത്ത് സ്വർഗം ഒരു ഇടമൊരുക്കാൻ പോകുകയാ. നിന്റെ ആമേൻ 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 ജോലി ചെയ്യുന്ന സ്ഥലത്തിനകത്ത് ആമേൻ സ്വർഗം ഒരു ആമേൻ ഹല്ലേലൂയ ആമേൻ ഒരു ബഥേല് വെളിപ്പെടുത്താൻ പോകുകയാ. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആലീസ് വിൽസൺ എന്ന് പറയുന്ന ഡിവൈസിൽ നിൽക്കുന്ന ആമേൻ ആ വ്യക്തിയോട് പരിശുദ്ധാത്മാ പറയുന്നു, സ്വർഗം ഒരു ഇടമൊരുക്കാൻ പോകുകയാ. സ്വർഗം ഒരു ഇടമൊരുക്കാൻ പോകുകയാ. ആമേൻ ഹല്ലേലൂയ. ദൈവ ഗ്രോ ചെയ്യിപ്പിക്കുന്ന ഒരു തലം. ഹല്ലേലൂയ. പ്രശ്നത്തിന്റെ പ്രതികൂലത്തിന്റെ ഇടയിൽ വലിയ ഗ്രോത്ത് ഉണ്ടാക്കുന്ന ഒരിടം നിനക്ക് വേണ്ടി ഒരുക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ചില കല്ലുകളെ നാട്ടാൻ പോകുകയാ. ദൈവം നിന്നെ നിയോഗിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. ആമേൻ. അടുത്ത ഒരു ഏറിയ ഹല്ലേലൂയ എവിടെ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞോ, എവിടെ നിന്നെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞോ, ആമേൻ ഹല്ലേലൂയ ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പിന് ഒരു കല്ല് നാട്ടാൻ വേണ്ടി ദൈവം ഒരു പദ്ധതി തുടങ്ങുകയാ. ഹല്ലേലൂയ. ആമേൻ. ഈ മാർച്ച് മാസം കഴിയുമ്പോൾ ദൈവം ഒരു കല്ലിട്ട് ആമേൻ പണി ആരംഭിക്കുന്ന ദൈവപദ്ധതികൾ അതിനകത്ത് തുടങ്ങാൻ പോകുകയാ. ചില ഇരുട്ടിന്റെ മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട് ദൈവപ്രവൃത്തിയുടെ വാഗ്ദത്തങ്ങൾ ചൂടുപിടിക്കുകയാ. ഓ ഷാബ റബന റെംബേവരി ബേദി ആന്തര പ്രഭാ ജഗനഘടകശ് രഖബേനി അന്തരവ ഷേതേരി മിനിയാധരാധന ധനാധന രഖബേനി അന്തരാധന. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഡാനിയേൽ എന്ന ഡിവൈസിലിരിക്കുന്ന അച്ഛാ പരിശുദ്ധാത്മാവ് ഒരു ഇടമൊരുക്കുകയാ. വസിക്കാൻ വേണ്ടി ഒരു ഇടമൊരുക്കുകയാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. അകത്തേക്ക് കയറി വന്ന പ്രശ്നത്തെ ആമേൻ അകത്തോട്ട് ആമേൻ ഫോഴ്സിൽ കയറി വന്ന നിരാശയെ ഇന്ന് തള്ളി മാറ്റുന്ന പരിശുദ്ധാത്മാവ് നികടമേൽ അധികാരത്തോട് വെളിപ്പെടാൻ പോകുകയാ. വലിയ റിസൾട്ടുകളുമായി ദൈവാത്മാവിന്റെ പദ്ധതി ശരീരത്തിന്റെ മേലും ആത്മമണ്ഡലത്തിലും ഒരുപോലെ വെളിപ്പെടുകയാ. ഭയങ്കര ഹീലിംഗ് നടക്കുക ആ ശരീരത്തിനകത്ത്. ചില റിപ്പോർട്ടുകളെ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഡാനിയേൽ ഷലോമിന്റെ മേൽ നിന്ന് ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു. ഏറിയാൽ തുരകലഘടക ശതേരിയതര
രഗബരതല ഹടഗജഗതല. ദൂതൻ വെളിപ്പെടുക. നിനക്കൊരു ആൾട്ടർ തുറക്കാൻ വേണ്ടി ദൂതൻ വെളിപ്പെടുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ന്യായാധിപന്മാരുടെ പുസ്തകത്തിനകത്ത് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, മിദ്യാന്യ ശക്തികൾ വന്ന് അടിക്കടിയായി കൊയ്തുകൊണ്ടു പോവുകയാ, നന്മ കൊയ്തുകൊണ്ട് പോവുക. ആമേൻ, ഹല്ലേലൂയ. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ. നന്മ കൊയ്തുകൊണ്ട് പോവുക. അവിടെ ഒരു മനുഷ്യൻ ഗിദെയോൻ, ഹല്ലേലൂയ, അവിടെ ആ ഗിദെയോന്റെ അപ്പന്റെ പരിപാടി എന്തെന്നറിയാമോ? ഹല്ലേലൂയ, ബാലിന് വേണ്ടിയുള്ള ആമേൻ പ്രതിഷ്ഠകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. പ്രതിഷ്ഠകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നവന്റെ മകൻ ഹല്ലേലൂയ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവൻ പറയുക, എന്റേത് ഞാൻ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ, ആമേൻ. അവനൊരു പ്ലേസ് തെരഞ്ഞെടുത്തു. ആമേൻ. ആ പ്ലേസ് ഒന്ന് അറിയാമോ? എത്ര പേർക്ക് അറിയാം? ഹല്ലേലൂയ, ആമേൻ. മുന്തിരിച്ചക്കിനരികെ പോയി ഗോതമ്പ് മണി മെതിക്കുക. മുന്തിരിച്ചക്കിനരികെ. യെസ്, ഞാനിത് പറയുമ്പോൾ വളരെ സീരിയസോടെ എടുത്തോണം, അല്ലെ? നിങ്ങളൊരു പ്ലേസ് തെരഞ്ഞെടുത്താൽ അവിടെ ദൂതൻ ഇറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. റബ ഷേഖെ മെലഹറ്റനെ റബലബബ. ഹല്ലേലൂയ. മിദ്യാന്യ ശക്തിക്ക് ആമേൻ, ആമേൻ, ഗസ് ചെയ്തെടുക്കാൻ പോലും പറ്റാത്തൊരു പ്ലേസ് നിന്റെ ഇന്നർ പ്രെയർ ലൈഫിനകത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ, അവിടെ ദൂതൻ ഇറങ്ങും. ഹല്ലേലൂയ, അവിടെ ഹെവന്റെ ഏഞ്ചൽ ഇറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ബീന സിസ്റ്ററെ, പരിശുദ്ധാത്മാവ് എന്നോട് പറയുക, ഒരു പ്ലേസ് ഒരിടമുണ്ടാക്കിക്കോ. ഹെവന്റെ ഏഞ്ചൽ ഇറങ്ങാൻ പോകുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏതോ ഒരു വീടിന്റെ മുകൾ ഭാഗം പരിശുദ്ധാത്മാവ് തുറന്നിട്ടിരിക്കുന്നത് എന്നെ കാണിക്കുന്നു. ഹല്ലേലൂയ. അവിടെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, 13, 14, 15 അങ്ങനെ ഒരു ഡേറ്റ് എന്നെ കാണിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് ദൈവത്തിന്റെ ദൂതന്മാർ കയറി ഇറങ്ങുന്ന ഒരു ഇടം. ശേലിയാതന, ഈ ഡേറ്റ് എഴുതിയിട്ടോ, 13, 14, 15. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി നിന്ന് അധികാരത്തോടെ ആമേൻ ഇറങ്ങി നിന്ന് ചിലരുടെ മേൽ ചിലതിനെ കൽപ്പിച്ചാക്കുകയാ. നഷ്ടങ്ങളെ ആമേൻ മാറ്റി ലാഭമുണ്ടാക്കുന്ന ഓരോന്ന് ചേർന്ന് സ്തുതിച്ചാട്ട്. ഇതിനകത്തത് വ്യാപരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ജമ്മുവിൽ നിന്ന് ആമേൻ ജോയിൻ ആയിരിക്കുന്ന ദൈവദാസനെ ആമേൻ ദൂതന്മാർ ഇറങ്ങുകയാ. ആൾട്ടറുകളുടെ നടുവിൽ ദൂതന്മാർ ഇറങ്ങുകയാ. മറഞ്ഞിരുന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ബിജോയ് എന്ന ആമേൻ ഡിവൈസിൽ നിന്ന് ജോയിൻ ആകുന്ന ദൈവദാസനെ ആമേൻ, നിങ്ങളുടെ മുമ്പിൽ ഒരു ഗിദെയോനെ പോലൊരു ദൈവപ്രവർത്തി അടല ലബൽ പ്രൗഢഷ് വിരദന പടകദന ഘടകീരിമന റംഥലാഗദന. ഞാൻ ഈ ദൂത് പറയുമ്പോൾ എനിക്കറിയാം, അതുപോലെ ദൈവദൂതന്മാരുടെ ഇടപെടലുകൾ ഹല്ലേലൂയ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന മേഖലകളിൽ ഇറങ്ങുകയാ. ഇത് ദൂതനല്ലാതെ വേറെ ആരുമല്ല. ഷെബേലി പ്രഭാ ജഗനഘടക സിയംതരാധന. പറയുക, നീ ഒരു യാഗപീഠം യഹോവയ്ക്ക് റെഡിയാക്കിക്കോ. അശേര പ്രതിഷ്ഠകളുടെ തകർച്ചയുണ്ടാകാൻ പോകുകയാണ്. ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ആ അഭിഷേകത്തിന്റെ മേൽ ആ അഭിഷേകത്തെ കൈമാറുകയാണ്. ചില അറ്റാക്കുകളെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളത് ക്യാൻസൽ ചെയ്യുകയാണ്. യേശുവിന്റെ ചൂടടയാളമുള്ള രക്തം ഞങ്ങൾ സഭ ഒരുമിച്ച് കൽപ്പിക്കുകയാണ്. ചിലതിനെ സെപ്പറേറ്റ് ചെയ്ത് മാറ്റിക്കൊണ്ട് വലിയ ദൈവപ്രവൃത്തിയുടെ ഒരു തൂണവിടെ നാട്ടാൻ തക്കവണ്ണം വലിയ അഭിഷേകത്തിന്റെ കരം അതിനകത്ത് ചലിക്കുകയാണ്. രോഗികളെ സൗഖ്യമാക്കുന്ന ഒരു ദൈവകരം ഞാൻ ആ റൂമിനകത്ത് വെളിപ്പെട്ട് നിൽക്കുന്നത് കാണുന്നു. ഞാൻ ഒരാളുടെ ഡിവൈസിനകത്ത് മാത്രമല്ല, ചിലരുടെ ഡിവൈസിനകത്ത് അത് കാണുന്നു. രോഗികളെ സൗഖ്യമാക്കുന്ന പ്രതിസന്ധിയെ നീ കയറി അങ്ങ് വിഴുങ്ങുക. നീ അങ്ങ് വലുതാവുക.
ഇന്ന് പകൽ ആ സ്വർഗത്തിന്റെ മുമ്പിൽ കർത്താവെ കൃപയ്ക്കകത്ത് എന്നെ ഒന്ന് വലുതാക്കണം, കൃപ എന്റെ മേലൊന്ന് വർദ്ധിപ്പിക്കണം. യെസ് 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 യെസ്. തൂക്കുമായി വന്ന് നിൽക്കുന്നവന്റെ മുമ്പിൽ ഹല്ലേലൂയ പറഞ്ഞ യേശുവേ നിന്റെ കൃപ നിന്റെ കൃപ നിന്റെ കൃപ. ഹല്ലേലൂയ. വാളുമായി വന്ന് നിൽക്കുന്നവന്റെ മുമ്പിൽ നിന്റെ കൃപ നിന്റെ കൃപ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാം നശിപ്പിക്കുമെന്ന് പറയുന്ന അവൻ വാക്കുമായി നിൽക്കുന്നവന്റെ മുമ്പിൽ നിന്റെ കൃപ നിന്റെ കൃപ. റമന അതിനെ ബലഗ ഷേറബാബ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ഗിദെയോന്റെ മുമ്പിൽ ഒരു ഏഞ്ചൽ വെളിപ്പെടുക. ദി ഏഞ്ചൽ, ഒരു ഏഞ്ചൽ വെളിപ്പെടുക. ഹല്ലേലൂയ. എന്നിട്ട് അവനെ ഒരൊറ്റ പേര് വിളിക്കുക, പേരിടുക. അമേൻ. ആൾട്ടറുകളുടെ മുമ്പിലെല്ലാം ഓരോ പേരിടും. അമേൻ അമേൻ. അബ്രഹാം ഒരു ആൾട്ടർ ഉണ്ടാക്കിയിട്ട് പറഞ്ഞു യഹോവ നിസി. പേരിടുക. ആ ദൈവപ്രവർത്തിക്ക് ഒരു പേരിടുക. അമേൻ. ഇതിനകത്ത് മിനിസ്ട്രിക്കകത്ത് ഒരു പുതിയ പേരിടാൻ ഇന്ന് ചിലരുടെ മേൽ ആ നിയോഗത്തെ അയക്കുക. പേര് മാറ്റി അടുത്തൊരു പേരിട്ടോ. ഈ സീസണെ വെല്ലുന്നൊരു പേര് നിന്റെ മിനിസ്ട്രിക്ക് കണ്ടുപിടിച്ചിട്ടോ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ പേരിടുക. പരാക്രമശാലി എന്നൊരു പേര് ഗിദെയോന്റെ മേൽ ഇടുക. ആ റാ മാ നാ ഷേ ലേ ബ്രേ ഹേ ടാ ലാ ബാ ബാ ഏ ബ്രേ ഷേ ബ്രേ കേ ടോ ലോ റോബോ സിഹാന ബറബ. ദൈവശക്തി ഇറങ്ങുമ്പോ നീ ചാടി എഴുന്നേറ്റ് പേരിട്ടോണം. ഈ ദൈവശക്തിക്ക് ഞാനൊരു പേരിടുക. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. പേരിട്ടോ. ഈ ദൈവപ്രവർത്തിക്ക് ഒരു പേരിട്ടോ. ദൂതൻ ഒരു പേരവണിടുക. പരാക്രമശാലിയെ. ഒറ്റ പേരിന്റെ വിളിക്കകത്ത് ആള് മാറുക. ഹല്ലേലൂയ. മെതി നിർത്തിയിട്ട് അവൻ അതിനകത്ത് അടുത്ത കാര്യത്തിലോട്ട് കയറുക. ഹല്ലേലൂയ. ഈ ബലമങ്ങ് വ്യാപരിക്കുക. മിദ്യാനും ആമേൻ ഫെലിസ്ത്യ ശക്തികൾക്കും എതിരെ ഇതുവരെ എഴുന്നേറ്റ് നിൽക്കാത്ത ഗിദെയോന്റെ അകത്ത് ഒരു കൃപയുടെ ശക്തി അമേൻ പോസിറ്റീവായിട്ട് ഒരു എനർജി അകത്തോട്ട് കയറുക. ഹല്ലേലൂയ. അടുത്ത വാക്കുകൾ ശ്രദ്ധിക്കാൻ പറ്റുന്ന രീതിയിൽ അവനെ ആ ഒരു അന്തരീക്ഷത്തിനകത്തോട്ട് ദൈവത്തിന്റെ ആത്മാവ് കയറ്റി. ഹല്ലേലൂയ. ഈ അന്തരീക്ഷം ഇല്ലാത്തവർക്ക് അധികം നേരം പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഈ അന്തരീക്ഷം സെൻസ് ചെയ്യാത്തവർക്ക് ദൂതുകളുടെ വിലക്കകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ആമേൻ. അവർക്കിത് വളരെ നിസ്സാരമായിട്ട് തോന്നും. ഹല്ലേലൂയ. പക്ഷെ അന്തരീക്ഷം സെൻസ് ചെയ്തവൻ ഒരു കാര്യം അറിയാം. ഞാൻ എടുക്കുന്ന ദൂതിനകത്ത്, ഞാൻ കേൾക്കുന്ന ദൂതിനകത്ത് ഭയങ്കര ഉറപ്പുള്ളതായി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. മിദ്യാന്യ ശക്തികൾക്ക് ഹൈഡായിട്ട് ഒരു പ്ലേസ് ഞാൻ ഇട്ടിരിക്കുക. അവിടെ ദൂതൻ ഇറങ്ങുന്ന പ്ലേസ് ആയി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എതിർപ്പ് വരുന്നുണ്ടെങ്കിൽ, പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ മുമ്പിൽ ദൂതം വരാനുള്ള സമയം അടുത്തിരിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. എനിക്കറിയത്തില്ല ഇതിനകത്ത് വ്യക്തമായി ചിലരുടെ മുമ്പിൽ ഏഞ്ചലിക് എൻകൗണ്ടറുകൾ നടക്കാൻ പോകുക. ദൂതന്മാരുടെ സന്ദർശനങ്ങൾ നടക്കാൻ പോകുക. നീ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന പ്ലേസ്, ദൈവപദ്ധതിക്ക് വേണ്ടി നീ റെഡിയാക്കിയിട്ടിരിക്കുന്ന പ്ലേസ്, സ്വർഗം അവിടെ ഇറങ്ങി നിൽക്കുകയാ. ഹല്ലേലൂയ. ഗിദെയോന്റെ മുമ്പിൽ ഗിദെയോനൊരു പ്ലേസ് ആരും അറിയാതെ കൊണ്ട് ചെയ്യുക. ഹല്ലേലൂയ. അവന്റെ വിത്തിനെ, ഹല്ലേലൂയ, അവന്റെ ഭക്ഷണത്തെ അവൻ മിദ്യാനെ ഹൈഡ് ചെയ്യാൻ അവൻ പഠിച്ചെങ്കിൽ, ഈ പ്രശ്നത്തിന്റെ മുമ്പിൽ അവൻ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അവൻ കയറി തീരുമാനിച്ചെങ്കിൽ, സ്വർഗം പറയുക, നീ അത് മാത്രം ഹൈഡ് ചെയ്യണ്ട, എന്റെ ജനത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുക. ഹല്ലേലൂയ. ഒരൊറ്റ വിഷയത്തിന് പ്രാർത്ഥിക്കാൻ കയറിയ വ്യക്തിയായിരിക്കാം നിങ്ങൾ, പക്ഷെ നാട്ടുകാരുടെ സകല വിഷയത്തിനും റിസൾട്ടും കൊണ്ട് ഇറങ്ങി വരുന്നവനാ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരൊറ്റ വിഷയത്തിന് പ്രാർത്ഥിക്കാനാ നീ ആ മുറിക്കകത്തോട്ട് കയറിയതെങ്കിൽ, നിന്റെ ഓൾട്ടറിനകത്തോട്ട് നീ ഒറ്റ വിഷയവും കൊണ്ടാ കയറിയോ. എന്റെ കുഞ്ഞിനൊരു റിസൾട്ട്, എന്റെ കുഞ്ഞിനൊരു ഭാവി, അല്ലെ എന്റെ വീടിനകത്തൊരു ഭാവി, ഇത് പറഞ്ഞോണ്ടാ നീ അകത്തോട്ട് കയറിയ. പക്ഷെ തിരിച്ചിറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ, ഏഞ്ചലിന്റെ നിയോഗവുമായിട്ട് നീ ഇറങ്ങി വരാൻ പോകുകയാ. നിന്റെ കൈക്കകത്ത് ഹല്ലേലൂയ ഇതുവരെ ഇല്ലാത്തൊരു ബലം വ്യാപരിക്കാൻ പോകുകയാ. നിന്റെ കണ്ണിനകത്ത് ഇതുവരെ ഇല്ലാത്തൊരു കാഴ്ച വ്യാപരിക്കാൻ പോകുകയാ. നിന്റെ തലയ്ക്കകത്ത് ഇതുവരെ എടുക്കാത്ത ഒരു ഡിസിഷനുമായി നീ ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. അവനൊരു ടെസ്റ്റ് നടക്കുക. ഒരു തോലിട്ടൊരു പരീക്ഷണം. നിങ്ങൾ ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ടാ. ഹല്ലേലൂയ. 6-ാം അധ്യായം തൊട്ട് വായിക്കുമ്പോൾ അതിനകത്ത് പ്രത്യേക കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. അവനൊരു പരീക്ഷണം നടത്തുക. തോല് നനയണം. ഹല്ലേലൂയ. നിലം നനയരുത്. നിലം നനയണം, തോല് നനയരുത്. ഒന്ന് ഓർത്ത് നോക്കിയ രണ്ട് പരീക്ഷണങ്ങൾ. എങ്ങനെ വന്നാലും ഇത് നനയണം. ഹല്ലേലൂയ.
എല്ലാം ഒരു യാഗത്തിന്റെ പ്രത്യേകതയാ. ഹല്ലേലൂയ. ആമേൻ. നിലം നനഞ്ഞാൽ ഹല്ലേലൂയ തോല് നനയരുത്. തോല് നനഞ്ഞാൽ നിലം നനയരുത്. എന്നാ പരിപാടിയാ. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെയാണേലും സ്വർഗം ഇതിനകത്തൊരു പരിപാടി ഇരിക്കുക. ഹോളി സ്പിരിറ്റ് ഇല്ലാത്തൊരു യാഗപീഠം ഇല്ലെന്ന് തെളിയിക്കുക. ഹോളി സ്പിരിറ്റിനെ അവിടെ വെളിപ്പെടുത്തുക. അല്ലെ ആമേൻ. ഇന്ന് ആമേൻ ഈ പ്രഭാതത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ നിലത്തെ നനച്ചുകൊണ്ട് നിന്നെ ആമേൻ പുഷ്ടിപ്പെടുത്തുന്ന ഒരു ദൈവപ്രവൃത്തിയുണ്ട്. അല്ലെ നിന്നെ പുഷ്ടിപ്പെടുത്തിക്കൊണ്ട് ആമേൻ നിന്റെ നിലത്തിനകത്ത് ഇറങ്ങുന്ന ഒരു ബ്ലെസ്സിങ് ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. ചിലരുടെ കോമ്പൗണ്ടിനകത്ത് ബ്ലെസ്സിങ് ഇറങ്ങാൻ പോകുകയാ. ചിലരുടെ വസ്തുവിനകത്ത് ബ്ലെസ്സിങ് ഇറങ്ങാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ മുറുകെ പിടിച്ചൊന്ന് പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ജെമി ജോസ് എന്ന് പറയുന്ന ഡിവൈസിനിരിക്കുന്ന ആന്റിയോട് കർത്താവ് പറയുക, ബ്ലെസ്സിങ്ങുകൾ ഇറങ്ങുവാൻ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയിട്ടോ. ആമേൻ. ഇരിക്കുന്ന ഇടത്തെ ദൈവം അങ്ങ് കയറി നിറയ്ക്കും. ഹല്ലേലൂയ. ആർക്കും ഗസ് ചെയ്യാൻ പറ്റാത്ത ഒരു ദൈവപ്രവർത്തിക്ക് സാക്ഷിയായി മാറാൻ വേണ്ടി റെഡി ആയിക്കോളാൻ. ഹല്ലേലൂയ. 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 നിലം നനയാതെ ഹല്ലേലൂയ തോല് നനയാൻ പോകുക. നിലം നനയാതെ തോല് നനയാൻ പോകുക. ദൈവം നിന്നെ സെലക്ട് ചെയ്തിരിക്കുക. ആമേൻ. ചിലർക്ക് കിട്ടാത്തത് ചിലത് ആമേൻ ആ പ്ലേസിനകത്ത് നിങ്ങളുടെ പ്ലേസിലോട്ട് ഇറങ്ങാൻ പോകുക ദൈവപ്രവൃത്തിയായിട്ട്. യെസ്. യേശുവിന്റെ നാമത്തിൽ ദൈവം കയറി തെളിയിക്കാൻ പോകുക. റാഖാമദനേരിയ. അടുത്തത് അവനൊരു വീര്യം കിട്ടുക. ഈ പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോ പുള്ളി ചെയ്യുന്ന അടുത്ത പരിപാടി ഇങ്ങനെ. ഹല്ലേലൂയ. ആമേൻ. ബാലിന്റെ ബലിപീഠം. ഹല്ലേലൂയ. ആമേൻ. പൈശാചിക മേഖലയ്ക്ക് അതുവരെ കൊടുത്തോണ്ടിരുന്ന അശേര പ്രതിഷ്ഠയ്ക്ക് കൊടുത്തോണ്ടിരുന്നതെല്ലാം അവനങ്ങ് നിർത്തിയിട്ട് അതിനെ അതങ്ങ് വിറകാക്കുക. പിശാചിന് കൊടുത്തിരുന്ന പിശാചിന്റെ ആരാധനകളിൽ ഇമ്പോർട്ടന്റ് ചെയ്തിരുന്നതിനെ വിറകാക്കിയിട്ട് ഹല്ലേലൂയ അപ്പന്റെ 7 വയസ്സുള്ള ഇളയ കാള. ഹല്ലേലൂയ. ഇപ്പൊ ഈ ആൾക്ക് കിട്ടേണ്ട സ്നേഹം മൊത്തം കാളയ്ക്കാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാളയ്ക്ക് സിപ്പപ്പും കാളയ്ക്ക് മുട്ടായി ആമേൻ. ഹല്ലേലൂയ. കാളയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വീട്ടിൽ കൊടുത്ത് ആമേൻ കാള കയറി തടിച്ചോണ്ടിരിക്കുക. ഗിദെയോനൊന്നും കിട്ടുന്നില്ല. ആമേൻ. ചില വീടിനകത്ത് ഇതുപോലെ ഗിദെയോന് കിട്ടാതെ ആമേൻ കാള കയറി തടിക്കുക. കാളയ്ക്ക് എല്ലാവിധമായ സൗകര്യം മണിക്കൂറുകൾ വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുക. ഗിദെയോനെ നീ ഇവിടെ കിടന്ന ആമേൻ മിദ്യാന്യെ പേടിച്ച് കിടന്ന് ആമേൻ പരക്കം പായുക. ഇന്ന് പകൽ ആ സിറ്റുവേഷൻ മാറാൻ പോകുക. ഈ 15-ാം തീയതി പ്രഭാതത്തിൽ ചിലരുടെ മുമ്പിൽ ഹല്ലേലൂയ വീടിനകത്ത് ഇതുവരെ സന്തോഷത്തോടെ നടന്നതിനെ ആമേൻ വീടിനകത്ത് കയറി സ്വാതന്ത്ര്യമെടുത്ത ചില ആമേൻ ഓൾട്ടറുകൾ റെഡിയാകാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നിന്റെ സ്വാതന്ത്ര്യത്തെ കട്ട് ചെയ്ത നിന്റെ സ്വാതന്ത്ര്യങ്ങൾക്ക് നിന്റെ അവകാശങ്ങൾക്ക് വിലങ്ങുതടിയായി നിന്നതിനെ ചിലതിനെ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നിയോഗമായി നിന്നുകൊണ്ട് ചിലതിനെ വെട്ടിക്കളയുക. റാബ ഷഖേമേനി റഞ്ചകേലി പ്രഭാശലതലഘടകതന. ഈ യാഗപീഠത്തിനകത്ത് അടുത്ത പ്രഭാതത്തിൽ അപ്പന്മാർ കയറി ഞെട്ടാൻ പോകുക. അപ്പന്മാരെ ഞെട്ടിക്കുന്ന ദൈവപ്രവൃത്തിയായി മാറാൻ പോകുക. ഹല്ലേലൂയ. ജനമിളകി, നാടളകി. ഇത് യോവാശിന്റെ മകനായ ഗിദെയോൻ. നിന്റെ നഷ്ടപ്പെട്ടു പോയ പേര് തിരിച്ചു കൊണ്ടുവരിക. യോവാശിന്റെ മകനായ ഗിദെയോൻ. ഹല്ലേലൂയ. ഇനി അടുത്ത ഭാഗം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്. പാളയത്തിനകത്ത് 2 പേര് സ്വപ്നം കണ്ടിട്ട് പറയുക. കണ്ട സ്വപ്നം ഇങ്ങനെയാണ്. ഒരപ്പം ഉരുണ്ടു വരുന്നു. ഹല്ലേലൂയ. അവരുടെ പാളയം മൊത്തം നശിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരുവൻ പറയുക, ഇത് യോവാശിന്റെ മകനായ ഗിദെയോനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. ആമേൻ. നിന്റെ മേൽ കിടക്കുന്ന ദൈവശക്തിയുടെ നിയോഗം ശത്രുവിന്റെ പാളയത്തിൽ സ്വപ്നഭീതിയായി മാറാൻ പോകുക. റബ തുമന ഹടകല വൈഡ ഷെപ്പേരി അന്തരാധന. ഇന്ന് പ്രഭാതത്തിൽ ചിലരെ അതിനകത്ത് പരിശുദ്ധാത്മാവ് നിയോഗത്തോടെ കയറ്റി നിർത്തിയിരിക്കുക. ആമേൻ. ഇതിനകത്ത് കയറിയിരിക്കുന്ന 55 ഡിവൈസിനകത്ത് ഉള്ള മക്കളുടെ മേലും ഹല്ലേലൂയ ദൈവപ്രവൃത്തിയുടെ സ്വപ്നങ്ങൾ, ദൈവപ്രവൃത്തിയുടെ ആമേൻ അഭിഷേകമുള്ള ദൈവപ്രവൃത്തിയുടെ അധികാരം കൈമാറി പ്രാർത്ഥിക്കുക.
ആരും ചെയ്തിട്ടില്ലാത്ത യുദ്ധം 2026 നീ റെഡി ആയിക്കോ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹാലലുയ, ഹാലലുയ. ആ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ, ആ കരമെന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. കർത്താവെ, ഞങ്ങൾ ഹാലലുയ, ഹാലലുയ, ആമേൻ, ചില വർഷങ്ങളെടുത്ത് വീടിനകത്ത് വിലസി നടന്ന, ആമേൻ, ഞങ്ങളുടെ കുടുംബത്തിനകത്ത് സ്വാതന്ത്ര്യത്തോടെ നടന്ന ചിലതിനെ ഹാലലുയ ഈ പ്രഭാതത്തിൽ ഞങ്ങളതിനെ പിടിക്കുക. കൈ ഉയർത്തി പിടിച്ചാട്, പിടിച്ചാട്, പിടിച്ചാട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവിനോട് യഹോവയുടെ കരവും മോശയുടെ കരവും ഇത് രണ്ടും എന്നോട് ഇങ്ങനെ ഇടപെട്ടോണ്ടിരിക്കുക. ആമേൻ, ഹല്ലേലൂയ. മോശയുടെ കരം യഹോവയുടെ കരം ആമേൻ ഒന്നായി മാറി. ഹല്ലേലൂയ. പാളയത്തിനകത്തെ കുറവ് തീർക്കാൻ കർത്താവ് റെഡിയായി. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇവര് പറയാ, ആമേൻ, ഞങ്ങൾ മാംസം കഴിച്ചിട്ട് നാളുകളായി, ഞങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ല, ഞങ്ങൾ ഹണ്ട് ചെയ്തിട്ട് നാളുകളായി, വേട്ടയാടുന്നതിൽ ഭയങ്കര ടീമുകളായി വരും, ഞങ്ങൾ ഹണ്ട് ചെയ്തിട്ട് നാളുകളായി. കർത്താവ് പറഞ്ഞു, ഞാൻ തരാം. ഹല്ലേലൂയ. കയ്യെത്തുന്ന ദൂരത്ത് ആമേൻ കടലിൽ കിടന്ന ആമേൻ സാധനത്തിനെ പ്രിപ്പയർ ചെയ്ത് കയ്യെത്തുന്ന ദൂരത്ത് കൊണ്ട് നിർത്തിയിരിക്കുക. നീ ഹണ്ട് ചെയ്തോ. ഹല്ലേലൂയ. ഒരു പണിയും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ തിന്നിങ്ങനെ നടന്നവർക്ക് പണി കൊടുത്തു കർത്താവ്. രാവിലെ എഴുന്നേക്കുക, പുറത്തിറങ്ങുക, കാടപ്പക്ഷിയെ പിടിക്കുക. നോക്കി, ഇപ്പൊ കൂടാരത്തിൽ ഭയങ്കര സൗണ്ടാ. ആമേൻ. പ്രഭാതം മുതലേ ആമേൻ അലാറം വെക്കാതെ എല്ലാരും ചാടി എഴുന്നേക്കും. കൂടാരത്തിൽ ഭയങ്കര സൗണ്ടാ. എന്തോ കാടപ്പക്ഷിയെ പിടുത്തോ, ഭയങ്കര പിടുത്തോ. ഹല്ലേലൂയ. എന്താ വാഗ്ദത്തങ്ങളെ കയറി പിടിക്കുക. ഹല്ലേലൂയ. ആമേൻ. ആർക്കും പറ്റാത്തൊരു കാര്യം ഹല്ലേലൂയ പ്രഭാതത്തിൽ പ്രിപ്പയർ ചെയ്യുക. ഹല്ലേലൂയ. ചില വീടിനകത്ത് ആമേൻ, ഞാനിങ്ങനെ പറയും, ആമേൻ, ഇസ്രായേൽ മക്കളുടെ കൂടാരത്തിൽ കേൾക്കാത്ത ചില വിസിലടി, കുക്കറുകളൊക്കെ വിസിലടിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആമേൻ. ഒരു വലിയ ശബ്ദം പുറത്തു വരുന്നു. ഹല്ലേലൂയ. ചിലരുടെ റൂമിനകത്തുനിന്ന് ഭയങ്കര ശബ്ദങ്ങൾ പുറത്തു വരിക. എന്തുവെന്നറിയാം? യാഗം നടക്കുക. ആമേൻ, ആമേൻ. ദൈവപ്രവർത്തിയുടെ സന്തോഷം പങ്കിടുക. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ഇതുപോലെ ചില വീടിനകത്ത് സംഭവിക്കാൻ പോകുക. വലിയ റിസൾട്ടുകൾ, ആമേൻ, വലിയ റിസൾട്ടുകൾ നിന്നെ സംബന്ധിച്ച് ആമേൻ, വലിയ ആമേൻ, നിന്റെ വിശപ്പ് മാറ്റുന്ന രീതിയിൽ, നിന്റെ പട്ടിണി മാറ്റുന്ന രീതിയിൽ, നിന്റെ ആമേൻ ആമേൻ ആഗ്രഹത്തെ നിറയ്ക്കുന്ന രീതിയിൽ ഒരു റിസൾട്ട് നിന്റെ പാളയത്തിനകത്ത് വെളിപ്പെടുകയാണ്. കൈയെത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ, കൈയെത്തിപ്പിടിക്കാൻ പറ്റുന്ന രീതിയിൽ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ചിലരുടെ മുമ്പിൽ ആമേൻ ഇങ്ങനെ ചിലത് വെളിപ്പെടാൻ പോയ, കൈയെത്തി പിടിക്കാൻ പറ്റുന്ന രീതിയിൽ തൊട്ടടുത്ത് ദൈവം നിന്നെ കൊണ്ട് നിർത്താൻ പോകുക. റിസൾട്ടുകളുടെ തൊട്ടടുത്ത് നിന്നെ കൊണ്ട് നിർത്താൻ പോകുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ ഭാഗം വിടുക. ആമേൻ. ഞാനത് പറഞ്ഞു കൊണ്ടുവന്നത് നിങ്ങളുടെ കൈ ഉയർത്താൻ നിങ്ങൾ റെഡി ആയിക്കോ. ഹല്ലേലൂയ. കൈക്കകത്ത് ഭയങ്കര പ്രത്യേകതയുണ്ട്. ദൈവം ഒരു അധികാരം ഒരു മനുഷ്യന്റെ മേൽ, ദൈവത്തിന്റെ അധികാരം കൈമാറുന്നത് ആമേൻ പലപ്പോഴും നമ്മൾ വിചാരിക്കും തലയിലോട്ടായിരിക്കും. തലേക്കാലും ഭയങ്കര കൈക്കകത്താ. ഹല്ലേലൂയ. കൈക്കകത്ത് ആമേൻ ഭയങ്കര അധികാരമുണ്ട്. നിങ്ങൾ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ കൈയല നിങ്ങളുടെ മേൽ ആ അധികാരം കൈമാറിയിരിക്കുന്നത്. ചിലരോട് പറയും അഭിഷേകം നിറയ്ക്കാൻ വേണ്ടി അവന്റെ തലയിലോട്ട് കൈ കൊണ്ട് വെക്കുക. ഹല്ലെ, നിന്റെ കൈ ആമേൻ അവരെ തൊടേണ്ടതിന് ഞങ്ങൾ അവരെ അറേഞ്ച് ചെയ്ത് നിർത്തുക. ശിഷ്യന്മാരെ അറേഞ്ച് ചെയ്ത ഒരു ഒറ്റക്കാര്യം, യേശുവിന്റെ കൈ ഒന്ന് തൊടേണ്ടതിന്. ആമേൻ. എത്ര പേര് ഈ ശുശ്രൂഷയുമായി കൊതിയുള്ളവരുണ്ട്? ഈ എൻഡ് ടൈം റിവൈവലിനകത്ത് നിന്റെ വിരലൊന്ന് തൊടാൻ വേണ്ടി, ഹല്ലേലൂയ, നിന്റെ കൈയുടെ പ്രവൃത്തി ഒന്ന് ആമേൻ ആമേൻ വെളിപ്പെടുത്താൻ വേണ്ടി സ്വർഗം ആഗ്രഹിക്കുക. ആ കൈക്കകത്തൂടെ ഹല്ലേലൂയ ഇതിനകത്ത് ആമേൻ മാതാപിതാക്കൾക്ക് വേണ്ടി അവരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഹല്ലേലൂയ. രോഗബന്ധനങ്ങളുമായി ബന്ധപ്പെട്ട് മാതാപിതാക്കളുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു തലമുറയെ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. കർത്താവ് ഒരു ഭയങ്കര സൗഖ്യം ആ വീടിനകത്ത് ചെയ്യുക, ആ വീടിനകത്ത് ചെയ്യുക. കിടക്കകൾക്കകത്ത് കിടത്താൻ ശ്രമിച്ചതിനെ ദൈവത്തിന്റെ ആത്മാവ് തിരിക്കുക. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്നെ കിടത്താൻ ശ്രമിച്ചത് നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് അത് എഴുന്നേറ്റ് നടത്താൻ പോകുക, എഴുന്നേറ്റ് നടക്കാൻ പോകുക, എഴുന്നേറ്റ് നടക്കാൻ പോകുക. കിടക്കകളുടെ എണ്ണം കൂട്ടാനല്ല, നിന്നെ വർഷങ്ങളായി പിശാച് പ്രയത്നിക്കുക. കിടക്കകളുടെ എണ്ണം കൂട്ടി അവിടെ തന്നെ ഒരേ പ്ലേസിൽ കുറ്റിയടിച്ച് ഒരേ പ്ലേസിൽ ഇരുത്തി ഒരേ അന്തരീക്ഷത്തിനകത്ത് ഇരുത്തി നിന്നെ മടുപ്പിച്ചില്ലാതാക്കുമ്പോൾ
ഇന്ന് പ്രഭാതത്തിൽ അടുത്തൊരു അന്തരീക്ഷം സ്വർഗം അതിനകത്ത് തുറക്കുക. നിന്റെ കൈക്കകത്ത് ചിലത് വെക്കാൻ പോകുകയാ യേശുവിന്റെ നാമത്തില്. കഴിയുമെങ്കിൽ അടുത്തിരിക്കുന്നവർ ആ പേനയൊക്കെ നിങ്ങളുടെ കയ്യിലെടുത്തോ. ഇതൊരു പ്രൊഫറ്റിക്കൽ ആക്ഷൻ പോലെ കൈക്കകത്ത് ഒരു പേന എടുത്തോ. ഹല്ലേലൂയ. കഴിയുമെങ്കിൽ അടുത്തുള്ള പേപ്പറിനകത്ത് ആമേൻ വാഗ്ദത്തങ്ങൾക്ക് സൈൻ ചെയ്ത് തുടങ്ങിക്കോ. ഹല്ലേലൂയ. നിങ്ങളുടെ സൈനിനകത്ത് ഭയങ്കര റിസൾട്ടുകൾ വെളിപ്പെടുത്താൻ പോകുകയാ. ആമേൻ. പലപ്പോഴും ബാങ്കുകൾക്കും ആമേൻ ലോണുകൾക്കും സൈൻ ചെയ്തത് തിരിച്ചു പിടിക്കുന്ന സൈനായിട്ട് ആമേൻ ഹല്ലേലൂയ ഇന്ന് പകരം ഒന്ന് ചെയ്തു തുടങ്ങിക്കോ. തിരിച്ചു പിടിക്കുന്ന സൈൻ ഞാൻ ഈ അന്തരീക്ഷത്തിൽ ഇടുകയാ. ദൈവ സാന്നിധ്യത്തിന്റെ അന്തരീക്ഷത്തിനകത്ത് തിരിച്ചു പിടിക്കുന്ന സൈൻ ഞാൻ ഇടുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളത് ചെയ്യുമ്പോൾ തന്നെ ഞാനും അത് ഒപ്പിട്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ ചെയ്യുക. തിരിച്ചു പിടിക്കുന്ന സൈൻ, തിരിച്ചു പിടിക്കുന്ന സൈൻ. ഹല്ലേലൂയ. ഒരു ലോൺ എടുക്കാൻ പോകുമ്പോൾ ഒരു മനുഷ്യൻ സൈൻ ചെയ്യുന്നത് ഭയങ്കര ഭാരത്തോടാ. പക്ഷെ ആ ലോൺ ക്ലോസ് ചെയ്യുമ്പം അവനിടുന്ന സൈൻ വളരെ ആമേൻ സന്തോഷത്തോടാ. ആ സൈന ദൈവിക അന്തരീക്ഷത്തിനകത്ത് നീ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ സൈൻ ഈ ദിവസങ്ങളിൽ നിന്റെ മുമ്പിൽ അത് വെളിപ്പെടാൻ പോകുകയാ. എനിക്കറിയത്തില്ല, ചിലര് ഈ മാസം ഹല്ലേലൂയ എൻഡിങ്ങിൽ ചില സൈനുകളിട്ട് ലോണുകൾ ക്ലോസ് ചെയ്യാൻ പോകുകയാ യേശുവിന്റെ നാമത്തിൽ. വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം. ഇതുവരെ എതിർത്ത് നിന്ന് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്ന ശക്തികൾക്കെതിരെ നീ സൈൻ ഇട്ടതിനെ പിടിക്കാൻ പോകുകയാ, തിരിച്ചു പിടിക്കാൻ പോകുകയാ. രാജാലപരഗതന റെബെചേലി അന്തര പ്രഭാ ജഗലഘടക ശേലിബേ റിബച്ചരഗതന അടജലഘട മറദലഘടകസി. അടഞ്ഞുപോയ ഒരു സ്ഥാപനത്തെ പരിശുദ്ധാത്മാവിനത് തുറക്കുന്നത് എന്നെ കാണിക്കുന്നു. അടഞ്ഞുപോയ ഒരു സ്ഥാപനത്തെ ഹല്ലേലൂയ ദൈവപുരുഷന്മാരെ വിളിച്ചോ. നിന്റെ സ്ഥാപനം തുറക്കാൻ പോകുകയാ, തുറക്കാൻ പോകുകയാ. അൽമേശേരിയ ചരദന ഷട്ടർ ഇട്ട് കളയാമെന്ന് പ്ലാൻ ചെയ്തു വെച്ചിരുന്ന ചില സ്ഥാപനങ്ങളെ ദൈവപുരുഷന്മാർ വന്ന് ഉയർത്തുന്ന ഒരു കാഴ്ച പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഒരു ദൂതൻ ഇറങ്ങി അതിനെ ഉയർത്തിപ്പിടിക്കുന്നു. ജാല റഗനഗടഗസി. തയ്യലുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ ഇതിനകത്ത് ആമേൻ ജോയിൻ ആയിരിക്കുന്ന തയ്യലുമായി ബന്ധപ്പെട്ട് ദൈവം ഒരു ഡോറ് തുറക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ധാര മന ശബല പ്രഭ ജഗനഘടക ശാന്തേരിയന്തരാധന അള്ളത്തുരിബി ഋഗനഘടക ശത്തേരിയന്തന. നന്മകൾ പുറത്തു വരാൻ പോകുകയാ. ഫെലിസ്ത്യർ പിടിച്ചുകൊണ്ടുപോയതിനെ നീ അതിനെ ഹല്ലേലൂയ യുദ്ധം ചെയ്ത് പിടിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. അപ്പന്റെ വീട്ടിലെ കാളയുടെ പ്രായം ആമേൻ 7 വയസ്സുള്ള ഇളയ കാള. മിദ്യാന്റെ മുമ്പിൽ യുദ്ധത്തിന് പോകുന്ന ആമേൻ ഗിദയോന്റെ മുമ്പിലെ സൈന്യത്തിന്റെ എണ്ണം 300 പേര്. താഴെ കിടക്കുന്ന വലിയൊരു കൂട്ടം സൈന്യം, എണ്ണാൻ പറ്റാത്തതുപോലെ ആമേൻ പരന്നു കിടക്കുന്ന സൈന്യം. അവരുടെ മുമ്പിൽ യുദ്ധത്തിന് വാളുമായിട്ടല്ല പോകുന്നത്. കുടത്തിനകത്ത് വെള്ളവും ആമേൻ വെള്ളത്തിൽ കുത്തിവെച്ചിരിക്കുന്ന പന്തവും. ഹല്ലേലൂയ. കുടമുടച്ച് പന്തം തെളിച്ച് അവർ ആമേൻ അവരുടെ കയ്യിലിരിക്കുന്ന ആമേൻ കാഹളം ഊതിയപ്പോൾ പാളയത്തിനകത്തൊരു വലിയ പാച്ചില്, ടെൻഷനാ, ഓവർ ടെൻഷൻ. ഹല്ലേലൂയ. ഇപ്പൊ ശരിക്കും പറഞ്ഞ പ്രാർത്ഥിക്കുന്ന നമ്മക്കാ ഭയങ്കര ഓവർ ടെൻഷൻ. പാളയത്തിനകത്ത് നമ്മളാ കിടന്ന് പായുന്നത്. ഹല്ലേലൂയ. ചിലരുടെ വീടിനകത്തൊക്കെ ഇതുപോലെ കിടന്ന് പായുക. ചില വിഷയത്തിന്റെ മുമ്പിൽ അവർ കിടന്നങ്ങ് പായുക. നീയല്ല പായേണ്ടത്. നിനക്ക് ഈ സിറ്റുവേഷൻ ഒരുക്കിയിട്ട് കിടന്നുറങ്ങുന്ന ശത്രു എഴുന്നേറ്റ് പായാൻ പോവാം. എത്ര പേര് വിശ്വസിക്കുന്നു? നിനക്കെതിരെ റിപ്പോർട്ട് ഒരുക്കിയവൻ പായാൻ പോകുകയാ. നിനക്കെതിരെ പ്ലാൻ ചെയ്തവനെ പായിക്കുന്ന ദൈവപദ്ധതിയുടെ സൈനികൾ നീ പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. പ്രൊഫറ്റിക്കലി ഇന്ന് പകൽ ചില വീടിനകത്ത് ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുകയാ. വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ട് തടഞ്ഞു വെച്ചിരുന്ന ചിലതിനെ, വിവാഹ ബന്ധത്തെ ആമേൻ ഹല്ലേലൂയ തടഞ്ഞു വെച്ചിരുന്ന ചിലതിനെ ഇന്ന് പകൽ ഹല്ലേലൂയ പാളയത്തിനകത്ത് പാച്ചിലുണ്ടാക്കുന്ന ദൈവപ്രവൃത്തി ഉണ്ടാകാൻ പോകുകയാ. നിനക്ക് വേണ്ടി സെലിബ്രേഷൻ ദൈവം അവിടെ ഒരുക്കാൻ പോകുകയാ. ജുഡബല രഗനഘടക ശംഭരെ മരഗരഗരകൾ ലഡ്ഭരാധന രഥബേരി അംപ്രഭ ജനതരഗട പ്രീത എന്നൊരു പേര് പരിശുദ്ധാത്മാവിന്റെ അകത്ത് കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി വലിയ ദൈവിക പദ്ധതികൾ തുറക്കുകയാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പേരുമായി ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ കമന്റ് ചെയ്താട്ട്. ഹല്ലേലൂയ. റബ ഷെബലെ ഹതന ബരഗ ഛടഗദന. ചില വിറകുകൾ കത്തുന്നത് ഇതുവരെ സ്വാതന്ത്ര്യമെടുത്ത ചില പൈശാചിക മേഖലകളെ തകർക്കാൻ വേണ്ടിയാ.
ചില വിറകുകൾ കത്തുന്നത് ഒരു ആരാധന വെളിപ്പെടാൻ വേണ്ടിയാ. ചില വിറകുകൾ കത്തുന്നത് നിന്റെ ആത്മമണ്ഡലത്തിലെ വോൾട്ടറുകൾ റെഡിയാകാൻ പോകുകയാ. നിനക്ക് ചൂടടയാളമുള്ള രക്തത്തിന്റെ അടയാളം വീഴുകയാ. ഈ ഏഞ്ചൽ ഓഫ് ലോഡ് ഇറങ്ങുകയാ. ഏഞ്ചലിക് എൻകൗണ്ടറുകൾ ഇറങ്ങുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് ആവേശമുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും. ഇത് ആവേശമുണ്ടെങ്കിൽ, അകത്തൊരാഗ്രഹമുണ്ടെങ്കിൽ ഇത് നടക്കും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങൾക്ക് ആമേൻ, നിങ്ങളുടെ അകത്തൊരാഗ്രഹമുണ്ട്, എനിക്കൊരു ദൈവപ്രവൃത്തി കാണണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ, ഗിദെയോനെ വിളിക്കുന്നൊരു ഒരു വിളി ഇതാണ്: പരാക്രമശാലിയെ. ആമേൻ, പേര് തിരിക്കുക. അവന്റെ അകത്ത് കിടക്കുന്നത് പുറത്തു കൊണ്ടുവരിക, ഒരൊറ്റ പേരിനകത്ത്. ആമേൻ. ഇതുപോലെയാണ് യേശു ആമേൻ പത്രോസിനെ വിളിക്കുക. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഈ പാറമേൽ എന്റെ സഭയെ പണിയും. ഹല്ലേലൂയ. നീ ആരാന്ന് എനിക്കറിയാം പീറ്ററെ, നീ എന്താണെന്ന് എനിക്കറിയാം പീറ്ററെ. പക്ഷേ അന്ന് ഗിദെയോന്റെ മുമ്പിൽ ഇറങ്ങിയ ദി ഏഞ്ചൽ ഇപ്പോൾ നിന്റെ മുമ്പിൽ ഒരു ദൈവ ശബ്ദമായിട്ട്, നിന്റെ നിരാശയുടെ മുമ്പിൽ, നിന്റെ ഫെയിലിയറിന്റെ മുമ്പിൽ നിന്നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ ഇറങ്ങി നിൽക്കുക. ഹല്ലേലൂയ. പറയുന്നൊരു ദൈവശബ്ദം ഇങ്ങനെയാണ്: ശിമോനെ, നിന്നെ ഞാൻ പത്രോസാക്കി മാറ്റാൻ പോകുക. പാറ കഷ്ണങ്ങൾ, ഹല്ലേലൂയ, ഇതിനകത്ത് സഭ പണിയപ്പെടാൻ പോകുക. കേട്ട വാഗ്ദത്തം സൂപ്പറാ. ഒറ്റ വിളിക്ക് ആള് റെഡിയായി ഇറങ്ങി വന്നു. പക്ഷെ അടുത്തൊരു പരിപാടിയുണ്ട്. യാഗം നടക്കുക. ആമേൻ. യേശു ക്രൂശിലോട്ട് പോയി, പത്രോസ് എങ്ങോട്ട് പോയി? ഹല്ലേലൂയ, തള്ളിപ്പറയുന്നവനായിട്ട്. ആമേൻ. നോക്കിയ, ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഓടുക. യാഗം നടക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഓടുക. ഒരു കൊച്ചിന്റെ മുമ്പിൽ താൻ തള്ളിപ്പറയുക. ഹല്ലേലൂയ. കോഴി കൂവുന്നതിന് മുമ്പേ, ടൈമുകൾക്ക് മുമ്പ് തള്ളിപ്പറയുക. ഹല്ലേലൂയ. ഞാൻ മുമ്പേ തൊട്ടേ പറയുന്ന ഒരു കാര്യം, ഇതിനകത്ത് വളരെ ശ്രദ്ധയോടെ, ആൾട്ടറുകളുടെ മുമ്പിൽ ടൈമുകളുണ്ട്. ടൈമുകൾക്കകത്ത് ആമേൻ ദൈവ സാന്നിധ്യത്തെ നഷ്ടപ്പെടുത്താൻ വേണ്ടി, ദൈവ പദ്ധതിയിൽ നിന്ന് നിന്നെ ഔട്ടാക്കാൻ വേണ്ടി പിശാച് ഭയങ്കര പരിപാടികൾ ശ്രമിക്കുക. നിന്നെ പാറ്റിക്കളയാൻ വേണ്ടി അവൻ എത്ര വട്ടം എന്നോട് ചോദിച്ചതാ. എന്റെ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഒന്ന് പറഞ്ഞേ, എന്റെ ദൈവം അനുവദിക്കത്തില്ല. നീ റിട്ടേൺ വരും, നീ റിട്ടേൺ വരും. ഇതിനകത്ത് ആരോടോ ഭയങ്കരമായിട്ട് ദൈവശബ്ദം, ഭയങ്കരമായിട്ട് നീ റിട്ടേൺ വരും. നീ തീർന്നു പോകുമ്പം ചിരിക്കുന്നവരൊത്തിരി കാണും. നീ ഇല്ലാതാകുന്നത് കാണാൻ വേണ്ടി കൂടെ നടക്കുന്നവർ വരെ റെഡി ആയിട്ടിരിക്കുക. പക്ഷെ ദൈവം പറയും, ഇല്ലില്ല, അവൻ ഇല്ലാതാകത്തില്ല, അവൻ തിരിച്ചു വരും, അവൻ പുറത്തു വരും. അവന്റെ പ്രസംഗം ലൈവ് വരാൻ പോകുക, അവന്റെ ശുശ്രൂഷ ലൈവ് വരാൻ പോകുക. വിശ്വസിച്ച് കരമുയർത്തി എന്ന് പറഞ്ഞു പിടിച്ചേ. നിന്റെ കൈ ഉയർത്തുമ്പോൾ യുദ്ധം ജയിക്കാൻ പോകുക. മലമേലുള്ളത് ആമേൻ ഹല്ലേലൂയ പട്ടണങ്ങളിലോട്ട് വ്യാപരിക്കുന്ന രീതിയിൽ നിന്റെ ശുശ്രൂഷയുടെ തലം തുറക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ ചിലരുടെ ശരീരത്തിൽ ഭരിച്ചുകൊണ്ടിരുന്ന ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ അഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ച ഉണ്ടാകുക. ഹല്ലേലൂയ. ഭയങ്കര ക്ഷീണം ചിലരുടെ ദേഹത്ത് വ്യാപരിക്കുന്നുണ്ട്. കർത്താവിനോട് പറയുന്നു, അതാ ആമേൻ ആൾട്ടറുകളുടെ ദൈവപദ്ധതിയിലോട്ട് കയറുന്ന ഒരു തെളിവ. അല്ലെ, നിങ്ങൾ ഉറങ്ങുമല്ല, എനിക്കതറിയാം, നിങ്ങൾ ഉറങ്ങുമല്ല. നിങ്ങൾക്ക് ആ ക്ഷീണം വരുന്നത് നിങ്ങളെ അതിലോട്ട് തിരിക്കുക. ശക്തമായിട്ട് കയറി നിന്നോ. ഇതൊരു ഭയങ്കര വിടുതലായിട്ട് മാറാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പത്രോസിനോട് പറയുക, ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. നിനക്ക് മീനെ പിടിക്കാൻ അറിയാം, അതിന്റെ ട്രിക്ക് നിനക്കറിയാം. പക്ഷെ മനുഷ്യരെ പിടിക്കാൻ വേണ്ടി നിന്റെ ട്രിക്കിനെ ഞാൻ അങ്ങ് തിരിക്കാൻ പോകുക, നിന്റെ ബിസിനസിനെ ഞാൻ അങ്ങ് തിരിക്കാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനർജറ്റിക് ആയ ഒരു ദൈവ പദ്ധതി നിന്റെ അകത്ത് പ്ലാൻ ചെയ്യുമ്പോൾ, ഡീമോട്ടിവേഷൻ ചെയ്യുവാൻ, ആമേൻ ഹല്ലേലൂയ, ആമേൻ എനർജിയെ നഷ്ടപ്പെടുത്തുന്ന പദ്ധതിയുമായിട്ട് പിശാച് മറുസൈഡിൽ കയറി നിൽക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ആമേൻ ഹല്ലേലൂയ, ആമേൻ. ആമേൻ കൊരിന്ത്യർ 12-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിനകത്ത് പോളിനോട് പറഞ്ഞ്, പ്രശ്നം നിന്റെ അകത്ത് കിടക്കുക, പക്ഷെ നിന്റെ അകത്തൊരു കൃപ കയറി പെരുകാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ പത്രോസ് ചെയ്തത്? തള്ളിപ്പറഞ്ഞ പത്രോസ് ചാടി മാളിക മുറിക്കകത്ത് കയറി. ഹല്ലേലൂയ. ഇപ്പൊ തന്നെ സംബന്ധിച്ച് അടുത്തിരിക്കുന്ന ആൾക്കാരെ നോക്കുമ്പം അവർക്കാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത, അവരെല്ലാം ചിരിക്കുകയായിരിക്കും.
ദേഡ്രാ തള്ളി പറഞ്ഞ പിന്മാറ്റത്തിൽ പോയവൻ ദാഡ്രാ കയറിയിരിക്കുന്നു. വാ പൊത്തിയൊക്കെ ചിരിക്കുകയായിരിക്കും. നമ്മൾ പലപ്പോഴും ചിരിച്ചിട്ടുണ്ട് അങ്ങനെ. അവൻ ഒരു കറക്കമൊക്കെ കറങ്ങി ചിലർ വന്ന് പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പം നമ്മളും നോക്കി അവരെ ചിരിക്കാറുണ്ട്. അവൻ ഓർത്തോണം, സഭയാകാനുള്ളവനാ ഒരു കറക്കം കറങ്ങിയിട്ട് കയറി വരുന്നവൻ. തള്ളിക്കളയല്ല. അവൻ ഏറ്റവും ബെസ്റ്റായി മാറാൻ പോവാ. അവൻ അഭിഷേകം വീഴുന്ന നിമിഷം അവൻ കയറി കത്തും. ഹല്ലേലൂയ. നിങ്ങൾ നോക്കണം, 50-ാം നാളിൽ പരിശുദ്ധാത്മാവ്, പെന്തക്കോസ്തിൻ നാളിൽ അവൻ പരിശുദ്ധാത്മാവ് ആ മാളി മുറിക്കകത്ത് ഇറങ്ങിയപ്പോൾ ഒരുവൻ ചാടി എഴുന്നേക്കുക. ചാടി എഴുന്നേക്കുക. പുറത്തു പറയാൻ നാണിച്ച പുള്ളി പുറത്തോട്ട് അവൻ വിളിച്ചു പറയുകയാ, ഹല്ലേലൂയ, ഞങ്ങൾ ഹല്ലേലൂയ വീഞ്ഞു കുടിച്ചു മദ്ദരായവരല്ല, നിങ്ങൾ സമയം നോക്ക്. കണ്ടോ ഒരു കാര്യത്തിൽ പത്രോസിനെ ചോദ്യം ചെയ്തു. കോഴി കൂവുന്നതിന് മുമ്പേ തള്ളി പറഞ്ഞു അതൊരു സമയമാണ്, യാമസമയം. ആമേൻ. പത്രോസ് പുറത്തോട്ട് വന്നിട്ട് പറയാം, നിങ്ങൾ ആ സമയം ഒന്ന് നോക്കിയേ. ഞാൻ പറയുന്ന ടൈം ഒന്ന് നോക്കിയേ. ഇന്ന് പ്രഭാതത്തിൽ ഈ വെളിപ്പാട് കത്തിയവരൊന്ന് സ്വർഗത്തോടൊന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ടെ. നിന്റെ സമയം മാറാൻ പോകുകയാ. നിനക്കെതിരെ സമയം പറഞ്ഞ് ഗണിച്ച് ആമേൻ നിനക്കെതിരെ കെട്ടിയതൊക്കെ നിന്റെ വീടിന്റെ കോമ്പൗണ്ടിൽ നിന്ന് അഴിഞ്ഞു മാറാൻ പോകുകയാ. നിന്റെ കോമ്പൗണ്ടിനകത്ത് ദൈവശബ്ദം കേൾക്കുന്നത് ചില ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, പ്രവീൺ ആമേൻ അങ്ങനെ ഒരു പേരും എന്റെ മുന്നിൽ കൊണ്ടുവരുന്നു. വീടിന്റെ മുമ്പിൽ വെച്ചിരുന്ന ചില വ്യാപാരങ്ങൾ വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് അഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നിന്റെ മുമ്പിൽ ഉണ്ടാകാൻ പോകുകയാ. പ്രശാല പ്രഭാ ധഗനഘടക ശേരിയാന്തരാധന റച്ചബേലി അൽഗരക സിയാന്തന. ചില തലമുറയുടെ ആമേൻ ജോലിയുമായി ബന്ധപ്പെട്ട് അവനെ ഒരിക്കലും അതിനകത്ത് നിർത്താതെ പോരാടി നിന്ന ചിലതിനെ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആ ബന്ധനങ്ങളെ അഴിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവശക്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുന്ന ഇടം മൊത്തം നിറയ്ക്കുന്ന രീതിയിൽ ഒരു ഓൾട്ടർ അവിടെ വെളിപ്പെടുത്തുകയാ. ഹല്ലേലൂയ. ഇടം നിറയുന്നു. ഒരേ ഭാഷ പുറത്തു വരുന്ന ഒരു ഓൾട്ടർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരേ ശബ്ദം പുറത്തു വരുന്നു, ഒരേ നിറവ് നിറയുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഞാൻ ആദ്യം പറഞ്ഞതിലോട്ട് തിരിച്ചു വരിക. ജസബേല്യ ശക്തികളുടെ മുമ്പിൽ 450 പേര് നിന്ന് ഹല്ലേലൂയ ഓൾട്ടർ നടത്താൻ പറഞ്ഞപ്പോ നടക്കാതിരുന്നപ്പോൾ ഇപ്പുറത്ത് ഒരു 120 പേര് മാളിക മുറിക്കകത്ത് കയറിയിരിക്കുക, ഒരു ഓൾട്ടർ പ്രതീക്ഷിച്ചുകൊണ്ട്. യാഗം പുറത്തു നടന്നു, റിസൾട്ട് പ്രതീക്ഷിച്ച് നിൽക്കുക. 120 പേരുടെ മേൽ ആ ദൈവശക്തി ഇറങ്ങിയപ്പോ ആമേൻ റിസൾട്ട് പിടിക്കാൻ കഴിവില്ലാത്ത പത്രോസ് ചാടി എഴുന്നേറ്റു. ഒരു 5000 പേര്, ഒന്ന് പറഞ്ഞേ 5000 പേര്. ആ കൈയൊക്കെ ഉയർത്തി പറഞ്ഞേ 5000 പേര്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 5000 പേര് പറയാൻ പറ്റിയില്ല. കൈക്കകത്തുള്ള വിരളം എണ്ണിക്കോ. ഒരു കൈക്കകത്ത് 5 വിരള്. അതൊന്ന് മുറുക്ക പിടിച്ചേ, ഒന്ന് പിടിച്ചേ. പാളയത്തിന്റെ വെളിയിൽ ഇറങ്ങി ഒന്ന് മുറുക്ക പിടിച്ചേ. ഞാൻ ഈ പറയുന്നത് എത്ര പേര് വിശ്വാസത്തോടെ ചെയ്യുന്നെന്ന് എനിക്കൊന്ന് കാണണം. മുറുക്ക പിടിച്ചേ. ഹല്ലേലൂയ. നിന്റെ അകത്തിരിക്കുന്ന ദൈവശക്തി ഈ കൈക്കകത്ത് വെളിപ്പെടുമെന്ന് പറഞ്ഞു ഈ വെളിപ്പാട് അങ്ങോട്ട് പിടിച്ചോണം. ആമേൻ. 450 ആമേൻ നിരാശപ്പെടുത്തിയെങ്കിൽ പുതിയ നിയമത്തിലോട്ട് വന്നപ്പം 5000 പേരെ ഇങ്ങോട്ട് പിടിക്കുക. അഭിഷേകമുള്ള ദൈവദാസന്മാരൊക്കെ ഒന്ന് മുറുകെ പിടിച്ച്, അഭിഷക്തന്മാരൊന്ന് മുറുക്ക പിടിച്ച് 5000 പേര്. തുടങ്ങുന്നത് 5000-ത്തിലാ. ജസബേലിലെ ശക്തികളെ വെട്ടി പാരമ്പര്യ ബന്ധനങ്ങളെ പൊട്ടിച്ച് ആ കൈ മുറുക്ക പിടിച്ച് ഈ പ്രഭാതത്തിൽ വീടിന്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടൊന്ന് വാക്ക് ചെയ്ത് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒന്ന് ഇറങ്ങി നടക്കണം. 5000 പേരെ പിടിക്കുന്നവരായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരൊറ്റ പെൺകൊച്ചിന്റെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ പീറ്ററെ, നീ ഇപ്പൊ കേറി നിൽക്കുന്നത് 5000 പേരുടെ രക്ഷകനായ ഞാൻ എന്റെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുക. അടുത്ത ദിവസങ്ങളിൽ ഈ പ്രാർത്ഥനയ്ക്കകത്ത് കാണാൻ പോകുക. ലിമിറ്റേഷനുകളെ പൊട്ടിച്ചുകൊണ്ട് ഈ മീറ്റിങ്ങിനകത്ത് ലിമിറ്റേഷനുകളെ പൊട്ടിച്ചുകൊണ്ട് 100-ലധികം വ്യക്തികളെ ഇതിനകത്തോട്ട് കയറ്റുക. യേശുവിന്റെ നാമത്തിൽ 120 എന്ന് കർത്താവിനെ എഴുതി കാണിക്കുന്നു. അല്ല, ഈ പ്രയറിന്റെ സൂം മീറ്റിങ്ങിനകത്ത് 120 എന്നൊരു സംഖ്യ എന്നെ കാണിക്കുന്നു. അതിനകത്ത് ഭയങ്കര വിടുതലുകൾ പരക്കുന്ന രീതിയിൽ യേശുവിന്റെ നാമത്തില് ഓൾട്ടറുകൾ റെഡിയാവുകയാ, യാഗപീഠങ്ങൾ റെഡിയാവുകയാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് നല്ല ബോധ്യമുണ്ട്
ഇതിനകത്ത് ചിലരുടെ മേൽ അങ്ങനത്തെ ദൈവപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് എനിക്കറിയത്തില്ല വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജോയിൻ ആയിരിക്കുന്ന ചിലരുടെ മുമ്പില് പരിശുദ്ധാത്മാവ് ആത്മമണ്ഡലത്തിൽ ചില റിസൾട്ടുകൾ തുറക്കുകയാ. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ അത് വിളിച്ചു പറഞ്ഞോ. നിങ്ങൾ തന്നെ താനെ നിങ്ങളുടെ കൈ പുറത്തോട്ട് കൊണ്ടുവന്നിട്ടൊന്ന് പറഞ്ഞേ, 5000. ഹല്ലേലൂയ. സമയം നോക്കിയേ. ഹല്ലേലൂയ. സമയം നോക്കിയേ. ഇത് മദ്യപിച്ചിട്ടുള്ള സമയമല്ല, ഇത് വീഞ്ഞു കുടിച്ചിട്ടുള്ള സമയമല്ല, ഇത് 5000ങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന അഭിഷേകമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പീറ്റർ പറയുക, അടുത്ത 2 അധ്യായങ്ങൾ അങ്ങോട്ട് കഴിയുമ്പോ പീറ്റർ പറയുന്ന ഒരു പറച്ചിലുണ്ട്. വെള്ളിയും പൊന്നും ഒന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങളുടെ കയ്യിലുള്ളത് യേശുവിന്റെ നാമത്തിൽ കേറി പിടിക്കുക. ഹല്ലേലൂയ. അവനെ കേറി പിടിക്കുക. അവൻ എഴുന്നേറ്റ് ചാടിയും തുള്ളിയും അകത്തോട്ട് കയറ്റുക. ഈ ദിവസങ്ങളിൽ ചിലരെ അകത്തോട്ട് കൈപിടിച്ച് കയറ്റാൻ വേണ്ടി, റൈസലോട് കൊടുത്ത് അകത്തോട്ട് കയറ്റാൻ വേണ്ടി റെഡി ആയിക്കോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചില ജപ്തി നോട്ടീസുമായി വരുന്നവനെ അല്ല, ഹല്ലേലൂയ, ദൈവ പദ്ധതിയുമായിട്ട് വരുന്നവനെ പിടിച്ചകത്തോട്ട് കയറ്റാൻ വേണ്ടി റെഡി ആയിക്കോ. ഇന്ന് പകൽ ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുക. ഈ 15ാമത്തെ ദിവസം, 15ാം തീയതി ഈ ഡേറ്റ് ഇട്ട് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഡിക്ലെയർ ചെയ്യുകയാണ്. പരാജയത്തിന്റെ വാക്ക് വന്നിടത്ത് ഹല്ലേലൂയ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി എന്റെ നാവിനെ നീ ഉപയോഗിക്കാൻ പോകുകയാണ്. ദുരമ റമന ദിബ രഗടക ശാന്തേരി അഭരക ജഗടഗതക അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം എന്റെ നാവിനകത്ത് വലിയൊരു അഭിഷേകം തന്നിരിക്കുകയാണ്. ജബ്രേ ലിമന ചമന ലിമിറ്റേഷനുകളെ പൊട്ടിക്കുന്ന ദൈവകൃപ ഇതിനകത്ത് വ്യാപരിക്കുക. എന്റെ കൃപ നിനക്ക് മതി മകനെ, എന്റെ കൃപ നിനക്ക് മതി. My grace sufficient for you. Hallelujah. എന്റെ ഗ്രേസ് അത് ഒഴുകുക. ജഖാരബ സീഖാരബ ലെംറ്റബോറി മർക്കശേലി ഹർമദന പെരുഗനഗരഗര തകർന്ന് തരിപ്പണമാകുമെന്നും ഇല്ലാതാകുമെന്നും ഹല്ലേലൂയ പറഞ്ഞവരുടെ മുമ്പിൽ എന്റെ ഗ്രേസ് കയറി വർദ്ധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളെ അടച്ചാട്ടെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കണ്ണുകളെ അടച്ചാട്ടെ. ഒരു നിമിഷം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മുമ്പിൽ ഒരു യാഗം കത്തുന്നു എന്ന് കണ്ടാട്ടെ. ഹല്ലേലൂയ. ഞാനിങ്ങനെ പറയും, പൈശാചിക മേഖലകളായ ലൂസിഫർ സ്വർഗത്തിന്റെ മുമ്പില് അവൻ അവിടെ നിന്നൊന്ന് ചിന്തിച്ചതേ ഉള്ളൂ, എനിക്ക് അതിനകത്തോട്ടൊന്ന് കയറി ഇരിക്കണമെന്ന്. ഹല്ലേലൂയ. അവിടെ നിന്ന് ചിന്തിച്ചേ ഉള്ളൂ. സ്വർഗത്തിന്റെ തലത്തിലിരുന്ന് ഒരു പ്രത്യേകതയുണ്ട്. സ്വർഗത്തിന്റെ തലത്തിൽ ചിന്തിച്ചാൽ മതി, അത് നടക്കുന്നതിന് തുല്യം. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് എവിടെ ഇരുത്തിയിരിക്കുന്നത്? സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. ആമേൻ. നിങ്ങളെ ജഡമേ ഇവിടെ ഉള്ളൂ, നിങ്ങൾ സ്വർഗത്തിൽ ഇരിക്കുക. ഒന്ന് വിശ്വസിച്ചേ. ചിലർക്ക് ഇപ്പോഴും ഡൗട്ടാ, അയ്യോ എന്തോ ഈ പാസ്റ്റർ പറയുന്നത്. അല്ല, വചനം അങ്ങനെയാ പറയുന്നത്. നിങ്ങളെ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. ഇനി ആരും സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇവിടെ കിടന്ന് ആമേൻ അയ്യോ എന്നൊന്നും പറയണ്ട. നിങ്ങൾ കർത്താവിനെ വിശ്വസിച്ച് രക്ഷിതാവായി സ്വീകരിച്ച സമയം മുതൽ നിങ്ങളെ കർത്താവ് അവിടെ ഇരുത്തിയേക്ക്. ഇനി ഇവിടെ നിന്ന് ചിന്തിക്കാനുള്ള കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് അനുഗ്രഹം വരുന്നെന്ന് ചിന്തിച്ചേ, നിങ്ങളുടെ പ്രശ്നം മാറുന്നെന്ന് ചിന്തിച്ചേ. യെസ്, ഹല്ലേലൂയ. നിങ്ങളുടെ രോഗം സൗഖ്യമാകുന്നെന്ന് ചിന്തിച്ചേ. സ്വർഗം അവിടെ റിസൾട്ട് കൊടുക്കുക. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് നേരെ പറ്റുന്നൊരു കുഴപ്പം ഇങ്ങനെ, ആപത്ത് ചിന്തിക്കുകയും നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പൊട്ടട്ടെ, ആ ബന്ധനം അങ്ങ് പൊട്ടട്ടെ. ഞാനിതൊക്കെ പറയുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. ആപത്ത് ചിന്തിക്കുകയും നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പരിപാടി നിർത്തിയേ. നന്മ ചിന്തിക്കുകയും ഹല്ലേലൂയ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താട്ടെ. ഹല്ലേലൂയ. നിന്റെ നാവി പോലും ആ ബ്ലെസ്സിങ്സിനെതിരെ ഉള്ളത് എടുക്കരുത്. ഈ പ്രഭാതത്തിൽ കർത്താവ് ചിലരെ അങ്ങനെ കത്തിക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ തിരുവചനം കർത്താവെ ഈ മക്കളുടെ മേൽ അയച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ആമേൻ ഈ മക്കളെ ശുശ്രൂഷിക്കുവാൻ ലഭിച്ച സമയത്തിന് നന്ദി പറയുന്നു. കർത്താവെ, എല്ലാ വ്യക്തികളുടെ മേലും അധികാരത്തോടെ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി അയച്ചതിനെ നന്ദി പറയുന്നു. കർത്താവെ, ഒരു വ്യക്തി പോലും കുറഞ്ഞവളല്ല. കർത്താവെ, അങ്ങയുടെ കൃപ ഇവരെ തികച്ചു കൊണ്ടുവരിക. ആരും ഹല്ലേലൂയ വലിയവനാകാൻ ശ്രമിക്കുന്നില്ല. എല്ലാവരും കർത്താവിന്റെ മുമ്പിൽ വലിയ അഭിഷേകമുള്ള മക്കളായി കർത്താവ് നിർത്തിയിരിക്കുകയാണല്ലോ. ഞാൻ ഈ മക്കളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആൽബ റഷാലാബ റച്ചകാബ റുബതാര മൗഷേറിബേനി
Ratheni albarosha kamamaragana derigana raganaga ragadaga saparababa. Hallelujah, hallelujah, hallelujah. ഭയങ്കര കൃപ ഇതിനകത്ത് വ്യാപരിക്കുക. ഹല്ലേലൂയ. ഹല്ലെ ജസീറിനി, നിന്റെ മകൾ, ആമേ മകളെ, നിന്റെ മേൽ ഒരു വലിയ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കുക. ഷേപ്പ് മാറുന്ന രീതിയിലുള്ള ഒരു ദൈവപ്രവർത്തി ആ വീടിനകത്തുറങ്ങുകയാ. കർത്താവ് നിന്നെ മറന്നു കളഞ്ഞിട്ടില്ല. എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ. വലിയ ദൈവപദ്ധതികൾ, ആമേൻ, ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾക്ക് ബലം ഉണ്ടാകാൻ പോകുകയാ. വാഗ്ദത്തങ്ങൾക്ക് ബലം അവൻ നിയമിക്കുകയാ. വർദ്ധിക്കാൻ പോകുകയാ. ഒരു ബലം വർദ്ധിക്കാൻ പോകുകയാ. അഭിഷേകമുള്ള ദൈവപ്രവൃത്തിയുടെ കരം ആ കൈക്കകത്ത് ഞാൻ കാണുന്നു. ആമേൻ. ചിലരെ സൗഖ്യമാക്കുവാൻ, ചിലരെ വിടുവിക്കുവാൻ, ചിലരെ കൈത്താങ്ങൽ കൊടുത്ത് ഉയർത്തി നിർത്തുവാൻ, ഹല്ലേലൂയ, ഉയർത്തി നിർത്തി മാനിക്കുവാൻ. യെസ്, ഈ പ്രഭാതത്തിൽ ഞങ്ങളത് തുറക്കുകയാ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില അഭിഷക്തന്മാരെ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രഭാതത്തിൽ, പരിശുദ്ധാത്മാവ്, ആമേൻ, ആമേൻ, വലിയ ദൈവിക നിയോഗങ്ങളുമായി കയറ്റി നിർത്തുകയാ. ആമേൻ. ഉപവാസത്തിനായിട്ട് അവരെ ദൈവം നിയോഗിക്കുക. ഈ ദിവസങ്ങൾ ഉപവാസത്തിലോട്ട് കയറിക്കോളാൻ ദൈവത്തിന്റെ ആത്മാവ് നിയോഗമറിക്കുക. ഈ ദിവസങ്ങളിലുള്ള ഉപവാസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഒരു വലിയ ദൈവ പദ്ധതി തുറക്കാൻ പോകുക. തീരുമാനങ്ങൾ റെഡിയായിക്കോ. ദൈവ പദ്ധതികൾ റെഡിയായിക്കോ. യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ കുഞ്ഞുങ്ങളെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അഭിഷേകത്താൽ നിറച്ചാട്ട് കർത്താവ്, വരുന്ന ദിവസങ്ങൾ നടക്കുന്ന മീറ്റിങ്ങുകൾ, അതിനകത്ത് ശുശ്രൂഷിക്കുന്ന അഭിഷക്തന്മാർ ശക്തിയോടെ, വീര്യമുള്ളത് കർത്താവെ അവരുടെ നാവിൽ നിന്ന് പുറത്തു വരട്ടെ. കർത്താവ്, ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് നിറച്ചാട്ട് അടിയനെയും കുടുംബത്തെയും താഴ്ത്തുന്നു. കർത്താവ്, ഈ മിനിസ്ട്രിയുടെ മുന്നിൽ നിൽക്കുന്ന ദൈവദാസിയും കുടുംബത്തെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളിലൂടെ നടത്തിയാട്ട് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. ഗോഡ് ബ്ലസ് യു. അമേൻ. ശുശ്രൂഷിക്കുവാൻ എന്നെയും ക്ഷണിച്ച ദൈവമക്കളെയും, ആമേൻ, ഹല്ലേലൂയ, ശുശ്രൂഷയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ദൈവം, നിങ്ങൾ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവം നമ്മളെ ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ഷലോം.